ആത്മാർത്ഥതയും ആത്മാഭിമാനവുമുള്ള രാപ്പകൽ കൊടിയ സമ്മർദ്ദത്തിൽ ചോര നീരാക്കുന്ന പോലീസുകാർ ഇല്ല എന്നല്ല. അത്തരക്കാർക്ക് പോലും കളങ്കമായി അടിക്കടി ഉണ്ടാകുന്ന വീഴ്ചകളുടെ കാക്കത്തൊള്ളായിരം ഒറ്റപ്പെട്ട സംഭവ പരമ്പരകൾ രാഷ്ട്രീയ ചർച്ചയാകുമ്പോഴുള്ള ആചാരങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഒരു മുന്നറിയിപ്പ്, DGPയുടെ സർക്കുലർ. അക്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലിറങ്ങിയ ഒരു ഇണ്ടാസിലും വെണ്ടയ്ക്ക വലുപ്പത്തിൽ എന്തിനോ വേണ്ടി കയറ്റിവെച്ചൊരു വാക്കുണ്ട്, സ്ത്രീ സുരക്ഷ. ആ സർക്കുലറൊക്കെ കുനുകുനാന്നരിഞ്ഞ് ഉപ്പിലിട്ട പന്തിരാങ്കാവ് പോലീസ് ഒരിക്കൽ കൂടി കേരളത്തിന് അപമാനമാകുന്ന ധാർമ്മിക രോഷത്തിന്റെ ദിവസങ്ങളാണ്. ഒരു പ്രായം കഴിയുമ്പോൾ തൊട്ട് ചുറ്റും നിറയുന്ന ആർത്തിക്കണ്ണുകളിൽ നിന്ന് കാത്ത് കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി എംടെക് വരെ പഠിപ്പിച്ച ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിപ്പിച്ചയച്ചതിന്റെ 7ാം നാൾ ആ വീട്ടിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ച അച്ഛനും അമ്മയും പറയുന്നത് കേട്ടാൽ പെൺകുഞ്ഞുങ്ങൾ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും നട്ടലിലൂടെ ഇരച്ചു കയറും ഒരു വെള്ളിടി വെട്ടിയ പേടി, ഒരാധി. പൊന്നുപോലെ നോക്കി വളർത്തിയ ഒരു പെൺകുട്ടിയുടെ കണ്ണുകൾ പാതിയടഞ്ഞ് മുറിവും ചതവുമായി മുഖമൊക്കെ വീങ്ങിയ ഒരു ശവം പോലെ കണ്ടു സാറേ എന്ന് കണ്ണീരോടെ പറയുന്ന ഒരു അമ്മയാണ്. സ്നേഹതീരമെന്ന് പേരിട്ടൊരു വീട്ടിൽ പാതിരാത്രി വലിച്ചു വാരിയിട്ടടിച്ച് പുതുക്കം തീരും മുന്നേ കുരിച്ചു നിർത്തിയിടിച്ച് ചാർജർ കേബിൾ കൊണ്ട് കഴുത്തുമുറുക്കി കൊല്ലാൻ നോക്കിയ ഒരു പെരുമ്പാതകയെ കാക്കിയിട്ടവർ ഈ പോലീസ് നീതി പഠിപ്പിക്കുമെന്ന് വേദനിച്ച പിതാവ് കരുതിയതാണ് മഹാപരാധം. പുട്ടിന് പീരെ പോലെ സ്ത്രീ സുരക്ഷ പറയുന്ന ഒരു സർക്കാരിന്റെ പോലീസ് പഞ്ചസാര പാവ് എന്ന് പറയും മട്ടിൽ അക്രമിയെ ചേർത്ത് പിടിച്ച് ലോല വകുപ്പുകൾ ചുമത്തി നാടുകടന്ന് സുരക്ഷിതരാവാൻ സഹായിച്ചത് ജർമ്മനിക്കാരന്റെ പണക്കൊഴുപ്പ് കണ്ട് വായിൽ വെള്ളമോറിയിട്ടാണോ എന്ന് സിംഗപ്പൂരെ വിനോദയാത്ര കഴിഞ്ഞു വന്നെങ്കിലും പെൺകുട്ടികളുടെ അമ്മമാരോട് പറയണം കേരളത്തിന്റെ പോലീസ് മന്ത്രി. നീതി എന്ന വാക്ക് കേട്ടാലറക്കി നിയമാന്മാരുടെ കാക്കിക്കരുണയിൽ നാടുവിട്ട മിടുക്കിൽ ആ പെൺകുട്ടിയെ സ്വഭാവഹത്യ ചെയ്യുന്ന രാഹുൽ ആഭ്യന്തര വകുപ്പിന്റെ മുഖത്തേക്ക് നോക്കി പല്ലൊളിച്ചപ്പോൾ നാണം കെട്ടപ്പോൾ വരുന്നുണ്ട് 6 മാസം ഉടായ്പ സസ്പെൻഷൻ, ഇന്റർപോൾ, CBI, കുറ്റവാളി കൈമാറ്റ കരാർ. മണ്ണാങ്കട്ടയാണ്. ഒരു ചുക്കും സംഭവിക്കൽ എഴുതി വെക്കണം. ആ വധശ്രമ പീഡന കേസ് അന്തരീക്ഷത്തിൽ ആവീനിയൊരു ദീപ്ത സ്മരണ. അടിക്കടി ഉണ്ടാകുന്ന മര്യാദഘട്ട ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ പ്രതിരോധം തീർത്തിറങ്ങുന്നുണ്ട് സൈബർ ക്യാപ്സ്യൂൾ. പോലീസ് സേനയിൽ സംഘപരിവാർ UDF സ്വാധീനമെന്നാണ്. അധികാരത്തിന്റെ അടിമക്കണ്ണുകളെ വർഷമിട്ട് കഴിഞ്ഞിട്ടും ആ സ്വാധീനം തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പും കേരളത്തിന്റെ പോലീസ് മന്ത്രിയും ലക്ഷണമൊത്ത തോൽവിയാണ്, പത്തരമാറ്റ് പരാജയം. ഒരു പെൺകുട്ടിയുടെ മൂർധാവിലടിച്ച് കലക്കി കഴുത്തിലും ചുണ്ടിലും ചോര കല്ലിച്ച തിടർപ്പ് കണ്ടിട്ടും അക്രമിക്ക് ദാസ്യപ്പണിയെടുത്ത വേട്ടക്കാരന്റെ പോലീസെ സ്ത്രീ സുരക്ഷയെ കഴിവേറ്റിയ കാക്കിയൂരി കല്ലായിപ്പുഴയിൽ നീട്ടിയെറിഞ്ഞ് വേറെ വല്ല പണിക്കും പോ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ M ജയചന്ദ്രൻ, ശ്രീ MK ഹരിദാസ്, ശ്രീ അഡ്വക്കേറ്റ് BN അസ്കർ എന്നിവർ ചർച്ചയിൽ. ഞാനാദ്യം ശ്രീ ജ്യോതികുമാർ ചാമക്കാലിലേക്ക് പോകുന്നു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇത് അല്പസമയം മുൻപ് വന്ന പോലീസിന്റെ ഒരു വാർത്താക്കുറിപ്പാണെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ ഗുണ്ടകളെ അമർത്തിയാൻ ഓപ്പറേഷൻ ആഗ് എന്നൊക്കെ പറഞ്ഞ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം സംസ്ഥാനത്തുടനീളം എന്ന് തുടങ്ങുന്ന ആ വാർത്താക്കുറിപ്പ് 2ാമത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ്: അതോടൊപ്പം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നതിനും അടിയന്തര നിയമ നടപടികൾ കൈക്കൊള്ളുന്നതിനും ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ മാസവും കണ്ടു, അതിനു മുമ്പും കണ്ടു. ഇത്തരം സർക്കുലർ ഒരു 10-12 ഈ കഴിഞ്ഞ കാലത്ത് മാത്രം നമ്മൾ കണ്ടു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ സർക്കുലറൊക്കെ ആരെ കാണിക്കാനാണ്? ഹാഷ്മി, താങ്കൾ ഈ സർക്കുലറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്റെ കൈവശമുള്ളത് ഇന്നത്തെ മലയാള മനോരമ പത്രമാണ്. ഈ പത്രത്തിന്റെ ഫസ്റ്റ് ന്യൂസ്, മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് പോലീസ് അനാസ്ഥ, കേസുകൾ പകുതിയും എഴുതിത്തള്ളി, 431 ബോംബേർ, ആർക്കുമില്ല ശിക്ഷ എന്ന മെയിൻ ഹെഡിംഗ് ആണ്. ഇത് രണ്ടും പരസ്പര വിരുദ്ധമാണ് എന്നെനിക്കറിയാം. പോകട്ടെ, അടുത്ത പേജിലേക്ക്, തിരുവനന്തപുരം എഡിഷന്റെ അടുത്ത പേജിലേക്ക് കടന്നാൽ, 2ാം പേജിലേക്ക് കടന്നാൽ പരിപൂർണമായും പോലീസിന്റെ വീഴ്ച അഥവാ ഗുണ്ടാരാജിനെയും അക്രമത്തെയും ചൂണ്ടിക്കാണിക്കുന്ന വാർത്തകൾ. ഒരു പേജ് മുഴുവൻ ഉൾമുറിയിൽ അഭയം തേടി കുടുംബം, പരാക്രമം വീടിനോട്, ജീവൻ കയ്യിൽ പിടിച്ച ജനം, എവിടെ സുരക്ഷ, ഷാഡോ പോലീസ് എന്ന പേരിലെത്തിയ സംഘം സിനിമ കണ്ടു മടങ്ങിയ യുവാക്കളെ തല്ലിച്ചതച്ചു, മുഖം രക്ഷിക്കാനാണോ റെയ്ഡ് നാടകം, നാട് കടത്തപ്പെട്ടയാൾ വീട്ടിൽ നിന്ന് പിടിയിൽ എന്ന് തുടങ്ങി പോലീസിന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ പരിപൂർണമായും തകർന്നിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന പത്രത്താളുകളാണ് എല്ലാ പത്രത്തിന്റെയും ദിനംപ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം, താങ്കൾ വായിച്ചതും പോലീസ് ഇങ്ങനെയൊക്കെ പറയുന്നതിനും അപ്പുറത്തേക്ക് ഈ സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അങ്ങേയറ്റം പരിതാപകരമായിരിക്കുന്നു എന്നതാണ് അവസ്ഥ. ഞാനത് ആമുഖമായി പറയുന്നു. മറ്റൊന്ന്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ മിടുക്കരായ പോലീസുകാർ ഈ പോലീസ് സേനയിലുണ്ട്. പക്ഷെ അവർക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനാകുന്നില്ല. ഇവിടെ നോക്കൂ, ഇവിടെ ആ പെൺകുട്ടിക്ക് പഠിച്ച് MTech കഴിഞ്ഞ് നമ്മൾ ഒരുപാട് എല്ലാ വിഷയങ്ങളും വരുമ്പോൾ ഇത്തരത്തിൽ ചർച്ചകൾ നടത്താറുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ച കൊണ്ട് മാത്രം ഈ കുട്ടിക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള കശ്മലന്മാർ സമ്പത്തിനോട് ആർത്തിയുള്ളവർ, അല്ലെങ്കിൽ മറ്റ് ചേഷ്ടകളുള്ളവർ, അല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാർ, എന്തിന്റെ പേരിലായാലും ഈ പറയുന്ന കുട്ടിയെ അത്ര അതിക്രൂരമായി കൈകാര്യം ചെയ്ത രാഹുൽ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന്റെ മനോനില എന്തുമാകട്ടെ, നമ്മുടെ പ്രശ്നം ഇത്രയേറെ
അതും വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിലാണ് ആ കുട്ടി മനഃപൂർവ്വം പുറത്തു പറയാൻ തയ്യാറാകാതിരുന്നിട്ട് പോലും മാതാപിതാക്കൾക്ക് അത് ബോധ്യപ്പെട്ട് അവർ സ്റ്റേഷനിൽ ചെന്ന് പരാതി പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ റിപ്പോർട്ട് മേടിച്ചുകൊണ്ട് വരാൻ പറയുമ്പോൾ ഡോക്ടറെ കണ്ടും മെഡിക്കൽ റിപ്പോർട്ട് മേടിച്ചുകൊണ്ട് വരുമ്പോൾ മൂക്കിലും ചെവിയിലും ഒക്കെ രക്തം കട്ട പിടിച്ച പാടുണ്ട് എന്ന് പറയുമ്പോൾ ആ പരാതിക്കാരിയും അതിന്റെ മാതാപിതാക്കളും സ്റ്റേഷനിലേക്ക് വരുമ്പോൾ അവിടെ പോലീസുകാർ ഈ പ്രതിക്ക് തോളത്ത് കൈയിട്ട് അദ്ദേഹത്തിന് ബിരിയാണി വാങ്ങി കൊടുക്കുന്നതല്ലേ നമ്മൾ കാണുന്നത്? എത്ര ലജ്ജാകരമാണ് കേരളത്തിലെ പോലീസിന്റെ അവസ്ഥ. ബിരിയാണി വാങ്ങിക്കൊടുത്തു പോട്ടെ, അതുവരെ ഉണ്ടായി. ഇപ്പൊ ആ ദിവസം ഉണ്ടായ രാത്രി എൻകൗണ്ടർ ചർച്ചയിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് നമ്മൾ ആരോപണ രൂപത്തിൽ പറയണം. അങ്ങനെ സംഭവിക്കുന്നു വിചാരിച്ചല്ല നമ്മൾ പറയുന്നത്. ഇയാൾക്ക് ജർമ്മനിയിലേക്ക് കടന്നു പോകാൻ പോലീസ് വഴിയൊരുക്കുകയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നേരായ വഴിയിൽ വർക്ക് ചെയ്തോട്ടെ എന്ന് കരുതി പറയുന്നതാണ്. ദാ സൂക്ഷ്മം ജർമ്മനിയിലേക്ക് പോയിരിക്കുകയാണ് ഈ മഹാൻ ജ്യോതികുമാർ ചാമക്കാല. പോലീസ് വെട്ടി ഒഴുക്കി കൊടുത്ത നല്ല വഴിയിലൂടെ കൃത്യമായി ഒരു എഫർട്ടും ഇല്ലാതെ അയാൾ പോയി. അവിടെയാണ് ഞാൻ പറയുന്നത്. ഹാഷ്മി പിന്നെ ഇത് ഇൻ ആന്റിസിപ്പേഷൻ ഇത് പറഞ്ഞിരുന്നു. ഞാൻ ആ ചർച്ച കേട്ടയാളാണ്. ഹാഷ്മി കൃത്യമായി പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ഇദ്ദേഹം പല ജർമ്മനിയിലേക്കും കടന്നാൽ എന്ത് ചെയ്യുമെന്ന് വളരെ പിന്നെ ചോദിച്ചു പോകുന്ന ഒരു സാഹചര്യം ഞാൻ കേട്ടിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ലേ? അങ്ങനെ സംഭവിച്ചതിന്റെ പിടിപ്പുകേട് ആരുടെ ഭാഗത്താണ്? ഇവിടെ പോലീസിനെ നിയന്ത്രിക്കാൻ ആരുമില്ലേ? ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ആളുകൾ നമുക്കറിയാം. നമ്മുടെ കണക്കുകളൊക്കെ നോക്കിയാൽ ഒരുപാട് കണക്കുകളുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ 2016 ശേഷം നടന്നിട്ടുള്ള സ്വാഭാവികമായി ഞാൻ കണക്കെടുത്തു. 2016 ശേഷം ഈ സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത് 93 സ്ത്രീധന പീഡന മരണങ്ങളാണ്. 93 കേസുകളുടെ എണ്ണം എത്രയാണെന്ന് ഹാഷ്മിക്ക് അറിയാമോ? 28,047 കേസുകൾ 2016 ശേഷം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് പറയാം. 2016 25 മരണവും 3,455 കേസ് നടന്നിട്ടുണ്ട്. 2017 12 മരണവും 2,856 കേസ് നടന്നിട്ടുണ്ട്. 2018 17 മരണവും 2,046 കേസ് നടന്നിട്ടുണ്ട്. അങ്ങനെ താഴോട്ട് പോവുകയാണ്. നോക്കൂ, 2022 ആയപ്പോഴത്തേക്കും 8 മരണവും 5,019 കേസും വന്നിട്ടുണ്ട്. 2023 ആയപ്പോഴത്തേക്കും 8 മരണവും 3,997 കേസുമുണ്ട്. 2022 സംബന്ധിച്ച് പറയുമ്പോൾ നാഷണൽ ക്രൈംസ് റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 12 മരണം നടന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഓരോ വർഷം കഴിയുന്തോറും ഇത്തരത്തിലുള്ള കേസുകൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് വലിയ ക്യാൻവാസിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. പക്ഷെ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഹാഷ്മി. ആ ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടും ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ തന്റെ ഭർത്താവിനെതിരെ തന്നെ ഇങ്ങനെ മൃഗീയമായി തല്ലിച്ചതച്ചിരിക്കുന്നു. തന്നെ കുറിച്ചു നിർത്തി മുതുകത്തിടിച്ചു, തന്നെ പിന്നെ മൊബൈൽ ചാർജറിന്റെ വയർ ഉപയോഗിച്ച് തന്നെ കൊല്ലാൻ ശ്രമിച്ചു, അതിനുശേഷം പിന്നെ വളരെ ബെൽറ്റ് ഉപയോഗിച്ച് അടിച്ചു. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും സർട്ടിഫിക്കറ്റുമായി മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായി വൂണ്ട് സർട്ടിഫിക്കറ്റുമായി വരുമ്പോൾ പോലും ആ പോലീസുകാർ ഈ പ്രതിയുടെ തോളത്ത് കൈയിട്ട് നിൽക്കുന്നു. ആ പ്രതി ഇപ്പോൾ പുറത്തു പോയിരിക്കുന്നു. ഇപ്പൊ പറയാം ഞങ്ങൾ ഇന്റർപോളിന്റെ സഹായം തേടുന്നു. ഇവരുടെ തലയ്ക്കൊക്കെ നെല്ലിക്കത്തളം വെക്കണ്ടേ? ഈ പോലീസുകാരന്റെ ഇവന്റെയൊക്കെ തലയ്ക്ക് നെല്ലിക്കത്തളം വെക്കണ ഇവനെയൊക്കെ പിടിച്ചാൽ ഞാൻ ചോദിക്കട്ടെ ഹാഷ്മി, ഇവനൊക്കെ സഹോദരിമാരില്ലേ? ഇവനൊക്കെ മക്കളില്ലേ? ഇത്രയും ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങിയിട്ട് ഒരു കുട്ടി ഒരു സ്റ്റേഷനിൽ ചെന്ന് പറയുമ്പോഴും അത് ഇത്രയും നിരുത്തരവാദപരമായി ഇടപെട്ടിട്ട് ഇപ്പോൾ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ മതിയോ? ഇതാണോ ഇവിടുത്തെ ആഭ്യന്തരം? റെഡ് കോളർ നോട്ടീസ് സഹായം തേടുന്നു, കുറ്റവാളി കൈമാറ്റ കരാറൊക്കെ ഭയങ്കര കോമഡിയാണ് കേട്ടോ. ഇത് കാത്തിരുന്നാണ് നമുക്ക് വരും ദിവസങ്ങളുള്ളൂ. ഒരാഴ്ചയെങ്കിലും ഈ വാർത്ത ജീവിച്ച ആ വാർത്തയുടെ ഭാഗ്യം. ഞാനെത്താൻ ചാമക്കല ശ്രീ എം കെ ഹരിദാസ്, മാസങ്ങൾക്ക് മുമ്പാണ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പാണ് ആലുവയിൽ സമാനമായ സംഭവം, സമാനമായ പീഡനം ഉണ്ടാകുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി പോകുന്നു. ബ്രോക്കർ പണിയാണ് ക്രമസമാധാന പണിയും തെറ്റിദ്ധരിച്ച പോലീസുകാർ ഒത്തുതീർപ്പിന് വിളിച്ചു വരുത്തുന്നു. ആ ചർച്ചയിൽ ആ സ്റ്റേഷൻ ഓഫീസർ പെൺകുട്ടിയെ അപമാനിക്കുന്നു. പെൺകുട്ടി ആ സുധീറിന്റെ ഒന്നാം പേരുകാരനെ എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഉണ്ടായി. ഇന്ന് തിരുവനന്തപുരം പാലോട് ഭർത്താവ് ഭാര്യയെ കാട്ടിലേക്ക് വിളിച്ചു വരുത്തി ചുറ്റിയുകൊണ്ട് കാല് തല്ലി ഓടിച്ചു. അക്രമികളോട് ഇത്തരത്തിൽ മൃദുഭാവേ പോലീസുകാരുള്ള നാട്ടിൽ ഈ അക്രമം ആവർത്തിക്കുന്ന ഒരു അത്ഭുതം എന്തെങ്കിലും ഉണ്ടോ ശ്രീ ഹരിദാസ്? നോക്കൂ, കഴിഞ്ഞ 8 വർഷത്തെ നമ്മുടെ പോലീസിൻ്റെ ചരിത്രം, നമ്മുടെ പോലീസിൻ്റെ സേവനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 5 വർഷം ചുരുങ്ങിയത് 6 or 7 പ്രാവശ്യം ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. വീഴ്ച പറ്റി ജാഗ്രതക്കുറവുണ്ടായി പോലീസിൻ്റെ ഭാഗത്തു നിന്നെന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ ആദ്യത്തെ 5 വർഷം കഴിഞ്ഞിട്ട് രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭ അധികാരത്തിൽ കയറിയ ശേഷം അദ്ദേഹം വാ തുറന്നിട്ടില്ല. കാരണം അത് പഴയ വിജയനും ഇപ്പോൾ നമ്മൾ കാണുന്നത് പുതിയ വിജയനുമാണ്. പുതിയ വിജയൻ ഇത്തരത്തിലുള്ള വീഴ്ച പറ്റി അല്ലെങ്കിൽ അതൊക്കെ പറയുന്നത് അപമാനകരമായതുകൊണ്ടായിരിക്കാം. കേരളത്തിലെ പോലീസ് നിഷ്ക്രിയമായിട്ട് ഏകദേശം 8 വർഷമായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം നിങ്ങൾ മാധ്യമങ്ങൾ നമ്മൾ സ്ക്രീനിലേക്ക് നോക്കാതെ വാർത്ത കേൾക്കുന്ന ഒരവസ്ഥ വരികയാണ്. ഇപ്പോൾ ചാനൽ വെച്ചുകൊണ്ടിരുന്നിട്ട് നമ്മളൊന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ കേൾക്കുന്ന വാർത്തകൾ നമ്മൾ വിചാരിക്കും നോർത്ത് ഇന്ത്യയെന്നോ അല്ലെങ്കിൽ വല്ല ഏത്തോപ്യയിൽ നിന്നോ അല്ലെങ്കിൽ വല്ല ആഫ്രിക്കൻ രാജ്യങ്ങളിലോ നടന്ന സംഭവങ്ങളാണെന്ന് തോന്നും. കാരണം പറയുന്നത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചർച്ച തുടങ്ങുന്നതിനായിട്ട് മുമ്പ് നിങ്ങളുടെ ശ്രീകണ്ഠൻ നായർ ഇവിടെ ഫോർട്ട്
കൊച്ചിയിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞു. പ്രതി വീട്ടിൽ കിടന്നിട്ട് ഉറങ്ങുകയാണ് കൊലപാതകം ചെയ്തിട്ട്. പോലീസ് നാട് മുഴുവൻ അയാളെ അന്വേഷിച്ച് നടക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ പോലീസിന് പറ്റിയത്? സ്കോട്ട്ലാൻഡ് യാർഡിൽ പോയിട്ട് പരിശീലനം സിദ്ധിച്ചിട്ടുള്ളവരെക്കാൾ കഴിവോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഒരു പോലീസിനെ കഴിഞ്ഞ 8 വർഷമായിട്ട് ആരാണ് നിഷ്ക്രിയരാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ഈ കഴിഞ്ഞ 8 വർഷത്തെ ആഭ്യന്തര വകുപ്പ് കൈകാളുന്ന മുഖ്യമന്ത്രിയുടെ പരാജയമായിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ. അദ്ദേഹം വിദേശത്തേക്ക് പോട്ടെ, അദ്ദേഹം എവിടേക്കും പോട്ടെ, പക്ഷെ ആഭ്യന്തര വകുപ്പിൻ്റെ ഇത്തരത്തിലുള്ള പരാജയത്തിൻ്റെ നമ്മൾ സാധാരണക്കാരായ നികുതിദായകരാണ് അതിൻ്റെ ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് പന്തീരങ്കാവിൽ നടന്നത്. ആഷ്മി, ഒരു കാര്യം ചിന്തിക്കൂ, ഈ അച്ഛനും അമ്മയും ഈ അടുക്കള കാണൽ ചടങ്ങിന് വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സാഹചര്യത്തിൽ ഒരാഴ്ചയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പെൺകുട്ടി നമ്മുടെ വിസ്മയയ്ക്കും അതുമാതിരി തന്നെ ആ പാമ്പ് കടിപ്പിച്ചിട്ട് കൊന്നേനെ തീർച്ചയായിട്ടും. അപ്പോൾ ഈ അടുക്കള കാണൽ ചടങ്ങിന് അവർക്ക് നേരത്തെ വരാൻ തോന്നിയത് നമ്മുടെയൊക്കെ ഭാഗ്യം, അല്ലെങ്കിൽ ആ അച്ഛനമ്മയുടെയൊക്കെ ഭാഗ്യം, അല്ലെങ്കിൽ ഒരു വിസ്മയയും ഒരു ഉത്രയും കൂടി കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുമായിരുന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് സരിൻ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ താൻ ഇരയുടെ ഭാഗത്താണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും മറ്റേ എന്താ പറയുന്നത് പ്രതിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ജർമ്മനിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ ടോർച്ച് തെളിച്ചുകൊണ്ട് അദ്ദേഹത്തെ ജർമ്മനിയിൽ എത്തിക്കാൻ വ്യഗ്രതയും കാട്ടിയെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് ഇതിനെ ഒരു പണം വാങ്ങിയിട്ടുണ്ട്, കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടുത്തെ കേരളത്തിലെ നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നത് ഇന്നലെ എൻ്റെ കൂടെ ചർച്ചയിൽ പങ്കെടുത്ത അസ്കർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അത് കാരണം അദ്ദേഹം വളരെ വാചാലനായിക്കൊണ്ട് പറയുന്നത് കേട്ടു, നമ്മളിവിടെ കിടന്നുറങ്ങുന്നത് ഈ കേരള പോലീസിൻ്റെ ധൈര്യത്തിലാണ്. അതൊന്നുമല്ല എന്ന് പറയുന്നില്ല. പക്ഷെ തലയ്ക്ക് ചേരാത്ത തൊപ്പിയും തൊപ്പിക്ക് ചേരാത്ത തലയുമായിട്ട് ഒരു വിഭാഗം പോലീസുകാരെ, നല്ലവരായ പോലീസുകാരുടെ കൂടി പേരിന് നാണം കെടുത്തുമാറും ഇവിടെ പെരുമാറുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ആദ്യം ഈ പരാതി പുല്ലുപോലെ കണ്ടു, പിന്നെ അത് വാർത്തയായി ചർച്ച, എന്നിട്ടും അനങ്ങിയോ? ശ്രീ ഹരിദാസ്, രാഹുൽ എവിടെയും അന്വേഷിച്ചില്ല, ഒരു സ്പെഷ്യൽ ബ്രാഞ്ചുകാരനും അയാളുടെ പിന്നാലെ കൂടിയില്ല. രാഹുൽ ബി കോപാൽ നേരത്തെ ഒരു കല്യാണം രജിസ്റ്റർ മറിയിൽ നടത്തിയാണെന്ന് മാധ്യമങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ കണ്ടതല്ല, പോലീസ് പറഞ്ഞതല്ല. പോട്ടെ, ബാംഗ്ലൂർ പോയി, അവിടെയെങ്കിലും രാജ്യം വിടാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. അവിടുന്ന് സിമ്പിളായി സിംഗപ്പൂരൊക്കെ ഇപ്പോൾ ജർമ്മനി എത്തിയെന്നാണ് അറിയുന്നത്. നോക്കൂ ശ്രീ എം കെ എത്രത്തോളം ഉളുപ്പില്ലാതെ പെരുമാറി പന്തീരാങ്കാവ് പോലീസ്. പന്തീരങ്കാവ് പോലീസിൻ്റെ മാത്രമല്ലല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു വന്ന് അവസാനിപ്പിച്ചോട്ടെ. പോലീസിന് മാർക്കിടുന്ന ഗുണ്ടകളുള്ളൊരു നാടാണ് കേരളം. ഇന്നലെ ചർച്ചയിൽ എനിക്ക് എൻ്റെ യൂട്യൂബിൽ ഞാനൊരു ക്ലിപ്പ് കണ്ടു. ഒരു ഗുണ്ട ഇരുന്നിട്ട് പറയുകയാണ്, നല്ലവനായ പോലീസ് ഓഫീസറാണ് ഇന്ന സർക്കിൾ ഇൻസ്പെക്ടർ, നല്ലവനായ പോലീസ് ഇൻസ്പെക്ടറാണ് മറ്റത് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിലത്തെ പോലീസുകാർക്ക് മാർക്കിടാൻ വേണ്ടിയിട്ട് ഗുണ്ടകൾ തയ്യാറാവുന്ന ഒരു കാലഘട്ടത്തിലെ ഈ സരിൻ എന്ന് പറയുന്ന പോലീസ് ഓഫീസറുടെ അടുത്തേക്ക് വൂണ്ട് സർട്ടിഫിക്കറ്റുമായിട്ട് വന്നിട്ടുള്ളൊരു പെൺകുട്ടിക്ക് 13 സെക്കൻഡ്, ഹാഷ്മി ശ്രദ്ധിക്കണം, 13 സെക്കൻഡ് ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ തുറച്ചു നോക്കിയാൽ കേസെടുക്കാവുന്ന ഒരു സംസ്ഥാനമാണ്, ഒരു രാജ്യമാണ്. ഇന്ത്യയിലത്തെ നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ ഒരു സംസ്ഥാനമാണ് കേരളം. ഒരു പെൺകുട്ടി തനിക്കേറ്റ പീഡനവുമായിട്ടുള്ള ശരീരവുമായിട്ടാണ് ഈ മനുഷ്യൻ്റെ മുമ്പിൽ ചെല്ലുന്നത്. അപ്പോൾ അവിടുത്തെ പോലീസ് ചെയ്യുന്നത് എന്താണ്? അവരെ സമാശ്വസിപ്പിച്ചിട്ട് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതിനേക്കാൾ എന്നെ അതിശയിപ്പിക്കുന്നത് 64 വയസ്സുണ്ട് ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജ്യോതികുമാർ വിവാഹം കഴിച്ചിട്ടുണ്ട്, താങ്കൾ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഹണിമൂൺ കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം 1 മാസമെങ്കിലും നിലനിൽക്കില്ലേ ഹാഷ്മി? ഇതിൻ്റെ 6ാം ദിവസം ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം രാവിലെ തൊട്ടിട്ട് ഭർത്താവിൻ്റെ ക്രൂര പീഡനത്തിനിരയായിട്ട്, അത് ഒരു കാര്യമുണ്ട്, ആ പെൺകുട്ടിയുടെ സഹനശക്തി കൂടി നമ്മൾ കാണണം. അടുക്കള കാണുന്ന ചടങ്ങിന് വേണ്ടിയിട്ട് മാതാപിതാക്കൾ വരുന്നത് വരെ തൻ്റെ മാതാപിതാക്കൾ മനസ്സുകൊണ്ട് വിഷമിക്കരുത് എന്ന് കരുതിയിട്ട് ആ പെൺകുട്ടി ഇത് അവരോട് വിളിച്ചു പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മാതാപിതാക്കൾ വന്നിട്ട് മകളുടെ രൂപം കണ്ടുകൊണ്ട് ഇതിൽ വിഷമം തോന്നിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഇതൊക്കെ സാധാരണമല്ലേ എന്ന് ചോദിക്കുന്ന വിധത്തിലേക്ക് നമ്മുടെ പോലീസ് എത്തിയെങ്കിൽ ഇതല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നയം, ഇതല്ല ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ വേണ്ടത് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ ഭരണകർത്താക്കൾക്കാണ്. പക്ഷെ ഉറങ്ങുന്നവനെ വിളിച്ചുണർത്താം, ഉറക്കം നടിക്കുന്നവരെ വിളിച്ചുണർത്താൻ സാധിക്കില്ല. ഒരു ICU പീഡന കേസിലെ പ്രതി, എന്ത് നീതിയാണ് ഹാഷ്മി ഈ സർക്കാരിൽ നിന്ന് സ്ത്രീകൾക്ക് കിട്ടിയിരിക്കുന്നത്? ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞ കണക്കുകളൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു ICU പീഡന കേസിലെ പ്രതി, ക്ഷമിക്കണം, ആ പെൺകുട്ടി നീതിക്ക് വേണ്ടി അലയുകയാണ്. എന്തിനെ? ഒരു ഡോക്ടറുടെ മൊഴിപ്പകർപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി അലയുകയാണ്. SP ഓഫീസിൻ്റെ മുൻപിൽ പൊരി വെയിലത്ത് കിടക്കുകയാണ്. കത്തിര വയറ്റിൽ കുടുങ്ങിയ ഒരു സ്ത്രീ ഇവിടെ അവർക്ക് നീതിക്ക് വേണ്ടി അലയുകയാണ്. 5 വർഷമായിട്ട് ഒരു ക്രൂരമായ പീഡനത്തിന് ഇരയായ ഒരു സ്ത്രീ നീതി ലഭിക്കാതെ സുപ്രീം കോടതി 5ഓ 6ഓ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ കേസ് 6 മാസത്തിനുള്ളിൽ തീരുമാനമാക്കണമെന്നൊരു നടിയുടെ പീഡന കേസിൽ. ആ പെൺകുട്ടിയും അലയുന്ന ഈ കേരളത്തിൽ സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണ് ഹാഷ്മി പോലീസിൽ നിന്ന് ലഭിക്കുക? ഒരു സുരക്ഷയുമില്ലാതെയാണ് ഇവിടുത്തെ സ്ത്രീകൾ. 10 വയസ്സുകാരിയെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുപോയിട്ടാണ്
ഞാൻ എത്താം സാർ. എന്നിട്ട് സ്ത്രീ സുരക്ഷ എന്ന് സ്ത്രീ സുരക്ഷ എല്ലാ മാനിഫെസ്റ്റോയിലും എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അങ്ങനെ എത്താം. CM ജയചന്ദ്രൻ ഇവിടെ ഇപ്പോൾ ഒരു കുറ്റവാളി രക്ഷപ്പെടാൻ ഒരു വണ്ടിയിൽ കയറിപ്പോയി. ആ വണ്ടി ഓടിച്ചയാൾ കൂടെ സഞ്ചരിക്കുന്നത് കുറ്റവാളിയാണെന്ന് അറിയില്ലെങ്കിലും പ്രതിയാക്കുന്ന പോലീസാണ്. എന്താണ് കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഗൂഢാലോചനയിൽ പലരെയും പ്രതിയാക്കിയ പോലീസാണ്. ഇത്ര നഗ്നമായി ഇത്ര പരസ്യമായ ഒരു പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച പന്തീരാങ്കാവിലെ പോലീസിനെതിരെ പ്രതിയെ രക്ഷപ്പെടുത്തിയ ക്രിമിനൽ ഗൂഢാലോചനയിൽ പ്രതി ചേർക്കണ്ടേ CM ജയചന്ദ്രൻ? ഹാഷ്മി, ഇത് ഈ പന്തീരാങ്കാവ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകൾ അതിഗുരുതരമാണെന്ന് കാണുന്നത് കൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ എല്ലാ തരത്തിലും ഇവരെ വിമർശിക്കുന്നതും അവർ താങ്കൾ പറഞ്ഞതുപോലെ അവരടക്കം പ്രതി ചേർക്കപ്പെടേണ്ടി വന്നാൽ ചേർക്കണം എന്നെല്ലാവരും ആവശ്യപ്പെടുന്നതും. അതിൻ്റെ ഭാഗമായിട്ട് കറക്ഷൻസ് ഉണ്ടാവണ്ടേ? ഇപ്പോൾ തെറ്റ് പോലീസുകാരുടെ ഭാഗത്താണെന്ന് താങ്കൾ പറയുമ്പോൾ നമ്മളെല്ലാവരും അതിനോട് യോജിക്കുകയാണ് ചെയ്യുന്നത്. ആ തെറ്റിനെ ആരും ന്യായീകരിക്കുകയില്ല, ന്യായീകരിക്കാനും കഴിയില്ല. പക്ഷേ പന്തീരാങ്കാവ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ആ നടപടി ഉണ്ടായപ്പോൾ ഈ പ്രതിയെ രാഹുലിനെ സഹായിക്കുന്ന താങ്കൾ പറഞ്ഞതുപോലെ ജർമ്മനിയിലേക്കാണ് രക്ഷപ്പെടാൻ സഹായിച്ചിട്ടുള്ളതെങ്കിൽ അങ്ങോട്ടടക്കം രക്ഷപ്പെടാൻ സഹായിച്ചതേ പോലീസ് തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയം ആർക്കും ഉണ്ടാവേണ്ട കാര്യവുമില്ല ഇനി. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ മാറ്റി നിർത്തിക്കൊണ്ടും ആണ് അന്വേഷണം ഇനി അതിൻ്റെ മുന്നോട്ടുള്ള ഘട്ടങ്ങൾ പോകേണ്ടത്. അതാണല്ലോ ACP സാജു അന്വേഷിക്കുന്നത് ഇപ്പോൾ. അത് അതിൻ്റെ വഴിക്ക് നടക്കണം, ശരിയായ രീതിയിൽ പോവുകയും വേണം. ഒപ്പം തന്നെ താങ്കൾ പറഞ്ഞ ഏറ്റവും ഒടുവിനോട് ചോദിച്ച ചോദ്യം പോലെ തന്നെ ഇവരെ കുറ്റക്കാർ കേവലം ഒരു പോലീസിന് ഡിപ്പാർട്ട്മെൻ്റൽ തലത്തിലുള്ള ശിക്ഷ നടപടിക്ക് അപ്പുറത്തേക്ക് ഏത് തരത്തിലാണ് ശിക്ഷിക്കപ്പെടാൻ കഴിയുക എന്നുള്ളത് ഗൗരവമായി ആലോചിക്കേണ്ട ഒന്നും ഉണ്ടാവില്ല സാർ. CM ജയചന്ദ്രൻ നമ്മൾ ഈ മൊഫിയ പർവീണിന്റെ കാര്യം പറഞ്ഞാണ് ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഈ മൊഫിയ പർവീണിന്റെ സെയിം ഇതേ വഴിയിലാണ് എന്ന് പറഞ്ഞ ഒരു സുധീർ എന്ന് പറയുന്ന ആൾ അധിക്ഷേപിച്ച് ഇത്രയല്ല, സുധീറിന്റെ പേര് ആത്മഹത്യാക്കുറിപ്പിൽ 1-ാം പേര് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്തതാണ്. 6 മാസം സസ്പെൻഷൻ 6 മാസം കൃത്യമായി പൂർത്തിയായപ്പോഴേക്കും ഈ മഹാൻ തിരികെ സർവീസിൽ കയറി. ഇപ്പോൾ ഏതോ സ്റ്റേഷൻ്റെ SHO ആണ്. ഇപ്പോൾ ഇതുപോലെ സമാനമായ രീതിയിലുള്ള ഇതുപോലെ വ്യവഹാരങ്ങളൊക്കെ പങ്കുചേരുന്നുണ്ടാവണം. ജയന്തൻ എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പെൺകുട്ടി, നടക്കാൻ വയ്യാത്ത ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഇടിച്ച് ദേഹമാസകനം പരിക്കാണ്, നെറ്റി മുഴച്ചിരിക്കുകയാണ്, ചെവിയിലും മൂക്കിൽ നിന്നും ചോര കട്ട കെട്ടിയ പാടുണ്ട്, കഴുത്തിൽ കേബിൾ ഇട്ട് മുറുക്കിയ മുറിവിൻ്റെ കഴുത്തിൽ മുറിവുണ്ട്. ഈ മുറിവൊക്കെ കണ്ട പോലീസ് ഒന്നും ബോധ്യപ്പെടാതെ ഗാർഹിക പീഡനം എന്ന ക്ലീശ വകുപ്പ് മാത്രം ഇട്ട് ആ പ്രതിക്ക് അവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി ആ പ്രതിയെ പുറത്തേക്ക് ഇറക്കി വിട്ട് ലാസ്റ്റ് മാധ്യമങ്ങൾ വാർത്തയാകുമ്പോഴും ഒന്നും അന്വേഷിക്കാതെ പ്രതി കൃത്യമായി നാട് കടന്നു എന്ന് അറിയുമ്പോൾ പറയുകയാണ് ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയതിന് ശേഷം പ്രതി കേരളം വിട്ടിട്ടില്ല. ഇതാരുടെ പോലീസാണ് CM ജയചന്ദ്രൻ? ഇതാരുടെ പോലീസാണ്? അല്ല, അത് നാണക്കേടുണ്ടാക്കുന്നത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഹാഷ്മി. അത്തരം കാര്യങ്ങൾ, ഇത്തരം നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും, കാരണം അവരാണല്ലോ ക്രമസമാധാന പാലനത്തിൻ്റെ പരമാധികാരികൾ എന്ന് നമ്മൾ എപ്പോഴും കരുതുന്നതും അംഗീകരിക്കുന്നതും അവരുടെ പിന്നാലെയാണല്ലോ ചെല്ലുന്നതും. ഇവരടക്കം ചെല്ലുന്നത് അങ്ങനെയാണല്ലോ. പക്ഷേ ഉണ്ടാകുന്ന അനുഭവം തിരിച്ചാണ്. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വരുന്നൊരു പ്രശ്നം ഈ പന്തീരാങ്കാവ് കേസിലടക്കം നിയമവിദഗ്ധരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ പോലീസുകാർക്കൊക്കെ ഈ സസ്പെൻഷൻ, ഇപ്പോൾ സരിന് സസ്പെൻഷൻ കൊടുത്ത SHOയ്ക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് നടപടിയൊന്നും ഉണ്ടാവാൻ സാധാരണഗതിയിൽ ഡിപ്പാർട്ട്മെന്റ് സാധ്യതയില്ല എന്നുള്ള അഭിപ്രായം അവർ പറയുന്നുണ്ട്. ഈ പോലീസുകാർക്ക് ഇത്ര ധൈര്യം വരുന്നത് പ്രതിക്കൊപ്പം നഗ്നമായി നിന്ന് എത്ര ക്രൂരനാണെങ്കിലും അയാൾക്ക് വേണ്ടി എല്ലാ ഒത്താശ ചെയ്ത് കൊടുത്താലും പരമാവധി 6 മാസം, അത് നിയന്ത്രിത ശമ്പളത്തോടെയുള്ള അവധിയാണ് കേട്ടോ 6 മാസം. ആ 6 മാസം സമാധാനമായി വീട്ടിലിരിക്കാം, ഒന്ന് റെസ്റ്റ് എടുക്കാം, ഭക്ഷണം ഒക്കെ കഴിച്ച് ശരീരമൊക്കെ നന്നാക്കാം. അതിനുശേഷം വീടിനടുത്തുള്ള സ്റ്റേഷനിലേക്ക് ഒരു സർവീസും കിട്ടും. പിന്നെ ഈ പോലീസുകാർ എന്ത് പേടിക്കാനാണ്? CM ജയചന്ദ്രൻ എന്ത് കാണിച്ചാൽ എന്ത് പേടിക്കാനാണ്? അല്ല ആ തരത്തിലുള്ള നടപടികളല്ല ഈ കാര്യത്തിൽ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് ഇതിനകം തന്നെ ഗവൺമെൻറ്റിനും ബോധ്യമായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് എൻ്റെ അറിവുകളും അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നതും. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അവിടെ നിൽക്കില്ല എന്ന് തന്നെ വേണം കരുതാനായിട്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഇങ്ങനെ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലെ SHO അടക്കമുള്ള മറ്റ് പോലീസുകാർ ഉൾപ്പെടെ ഇത് ചെയ്തെങ്കിൽ ഇതിന് ഉത്തരവാദിത്വം ഗവൺമെന്റാണെന്ന് പറയുന്നിടത്താണ് വിയോജിപ്പ് വരുന്നത് എനിക്ക്. ഗവൺമെന്റ് പറഞ്ഞിട്ടാണോ ഒരു പോലീസ് സ്റ്റേഷനിലെ തമിഴ്നാട്ടിലെ പോലീസിനെ കുറിച്ചല്ല, കേരളത്തിലെ പോലീസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് നമ്മൾ. ഇത് തമിഴ്നാട്ടിലെ സ്റ്റാലിന്റെ പോലീസിനെ കുറിച്ചല്ല, ഇത് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസിനെ കുറിച്ചാണ്. ഇത് ചരിത്രത്തിൽ ആദ്യമായി സമാനമായി സംഭവിക്കുന്നതല്ല. ഈ എത്ര എണ്ണം, ഒരു ഡസനോളം എണ്ണി പറയാൻ കഴിയും. അപ്പൊ ആഭ്യന്തര വകുപ്പിന് ഈ പോലീസിനെ കൊണ്ട് ഈ പറഞ്ഞ സർക്കുലർ
പ്രാവർത്തികമാക്കാനുള്ള ധൈര്യമില്ലെങ്കിൽ സർക്കാരിന്റെ പരാജയമല്ലേ? അല്ല, അത് ഹാഷ്മി, ഞാൻ ചോദിക്കുന്ന അതാണ്. ന്യായമായും എൻ്റെ ഒരു സംശയം ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. ഈ കാര്യത്തിൽ ഗവൺമെന്റ് ധാർമ്മികമായ ഉത്തരവാദിത്വം വഹിക്കാൻ. ഹലോ, പറയൂ സാർ. ശരി, ഞാൻ എത്താമെങ്കിൽ ജ്യോതികുമാർ ചാമക്കാല, ഈ എന്താണ് ഈ പോലീസിന്റെ മട്ട് നാട്ടിൽ പറയില്ല, ആ മട്ട് കണ്ട് ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഹരിദാസ് പോലീസിനോട് പറയുന്നുണ്ട്, ഇക്കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്താണ് ഇത് നിങ്ങൾ പറയുന്ന കേട്ട് ഈ കുട്ടിയെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വിട്ടാൽ നാളെ ഉത്രയും വിസ്മയം പോലെ ആവില്ലേ? അപ്പോൾ ഈ എന്താണ് ഈ പോലീസ് സേമാൻ അങ്ങോട്ട് പറയുന്നത് അതൊക്കെ മാധ്യമങ്ങളുടെ അതൊക്കെ മാധ്യമ സൃഷ്ടിയാണ്, അത് ആ വഴിക്ക് നടക്കും. എന്നിട്ട് ഈ പ്രതിയെ പിടിച്ച് അകത്തിടാൻ എന്തെങ്കിലും നിവൃത്തിയുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ ഞങ്ങളെ നിയമം പഠിപ്പിക്കാൻ വരണ്ട എന്നാണ് വിരട്ട്. ഇങ്ങനെയൊക്കെ വിരട്ടുന്ന പോലീസ് ഇതിൽ നിന്ന് തിരുത്തും. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ പന്തീരാങ്കാവ് പോലീസ് കൃത്യമായി നീതിനിഷ്ഠ പാലിച്ചൊരു കേസുണ്ട് കേട്ടോ. അത് പന്തീരാങ്കാവിലെ UAPA കേസാണ്. 2 കുട്ടികൾ ചായ കുടിച്ചോ എന്തോ പിടിച്ചോണ്ടോ UAPA വണ്ടൊക്കെ അടിച്ചിട്ടില്ല, സുപ്രീം കോടതിയിൽ പോയി പ്രഹരമേറ്റ കേസാണ്. അപ്പോൾ അവർക്കറിയാം, പണിയറിയാം. ജ്യോതികുമാർ ചാമക്കാല, കാശ്മീർ അവിടെയാണ് പ്രശ്നം. നമുക്ക് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷൻ എന്ന് കേട്ടാൽ ആദ്യം ഓർമ്മ വരുന്നത് 2 SFI-ക്കാരായ 2 ചെറുപ്പക്കാരെ, 2 വിദ്യാർത്ഥികളെ അവരുടെ മേളിൽ UAPA ചുമത്തിയതുമായി ബന്ധപ്പെട്ടാണ്. അവരുടെ കൈവശം ലഘുലേഖ വെച്ചിരുന്നു എന്നതിന്റെ പേരിൽ മാത്രം ആജീവനാന്തം UAPA-ക്കെതിരെ അങ്ങേയറ്റം പ്രത്യക്ഷ സമര പരിപാടികൾ നടത്തിയിട്ടുള്ള ഇടതുപക്ഷം തന്നെ, CPM തന്നെ ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ഈ സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കെ തന്നെ 2 ചെറുപ്പക്കാരെ, 2 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തതും ഇതേ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷന്റെ കീഴിലാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അത് സാന്ദർഭികമായി നമ്മൾ പന്തീരങ്കാവ് എന്ന് കേട്ടാൽ ഇത്രയും കാലം നമ്മൾ ഓർത്തു വെച്ചിരുന്നത് ആ UAPA കേസ് തന്നെയാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ കുട്ടിയുടെ ദാരുണമായ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇവിടെ പോലീസിനെ സംബന്ധിച്ച് ശ്രീ ജയചന്ദ്രൻ എന്തായാലും അദ്ദേഹത്തിന്റെ പേരിന് താഴെ എഴുതി കാണിക്കുന്നത് CPM എന്ന് തന്നെയാണ്. ഏതായാലും നന്നായി. നേരത്തെയൊക്കെ അദ്ദേഹം നിരീക്ഷകനായിരുന്നു. ഏതായാലും ഞാനത് പറഞ്ഞു പോയി മാത്രമേ ഉള്ളൂ കേട്ടോ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞതല്ല. അപ്പോൾ അങ്ങനെ CPM-ന്റെ പ്രതിനിധി പറയുന്നത് എന്താണ്, ഇതിന് ആഭ്യന്തര വകുപ്പിനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണെന്നാണ്. എങ്കിൽ പിന്നെ എന്തിനാണെന്ന് ഒരു ആഭ്യന്തരമന്ത്രി? എങ്കിൽ പിന്നെ എന്തിനാണെന്ന് ജനാധിപത്യം? എങ്കിൽ പിന്നെ എന്തിനാണെന്ന് 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ്? ആ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടാകുകയും മന്ത്രിസഭയ്ക്ക് ആഭ്യന്തര വകുപ്പ് ഉണ്ടാകുകയും ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്നത് മന്ത്രിസഭയായിരിക്കുകയും ചെയ്ത് ജനപ്രതിനിധികളായിരിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ എന്താണെന്ന് അവരുടെയൊക്കെ പണി? എന്താണ് അത് പോലീസ് വളരെ ഭംഗിയായി രാജ്യം വിട്ടാരെ അറിയാമെങ്കിലും അത് മറച്ചു വെക്കണം. ലാസ്റ്റ് നമ്മുടെ റിപ്പോർട്ടർ ദീപക്കാണ് അത് കേരളത്തോട് പറയുന്നത്. എന്തിനാണ് ഇന്റർപോൾ സഹായം, റെഡ് കോർണർ എന്നൊക്കെ പിന്നെ അതിന്റെ തുടർച്ച കേൾക്കുന്നത്? അടിമുടി ഇങ്ങനെ കള്ളം പറയുന്നൊരു പോലീസ് ഉണ്ടോ ഏതെങ്കിലും സ്റ്റേറ്റിൽ? ജ്യോതികുമാർ ചാമക്കാല, ഇങ്ങനെയെല്ലാം ചെയ്തതിനു ശേഷം കടിച്ചാൽ പൊട്ടാത്ത കുറെ വാക്കുകളും ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ്, മറ്റേ നോട്ടീസ്, പിന്നെ ഇപ്പൊ പിടിച്ചുകൊണ്ടുവരും, അവിടുന്ന് പിടിക്കും. ഇതൊക്കെ നമ്മൾ ദേശീയ നേതൃത്വവും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, BJP-യുടെ നേതൃത്വമുള്ള കേന്ദ്ര സർക്കാരും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പല കള്ളന്മാരും രാജ്യം വിട്ടുപോയപ്പോൾ ഇപ്പതാ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അത്രയും വലിയ കള്ളന്മാരെ ഇതുവരെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. എന്നിട്ട് ഈ സംസ്ഥാന സർക്കാർ പറയുന്നത് ഞങ്ങൾ ഇന്റർപോളിന്റെ സഹായം നേടി നോക്കി. ഇതൊക്കെ ആരെ പറ്റിക്കാനാണെന്നേ? ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കാനല്ലേ? ഞാൻ ചോദിക്കുന്ന ആ കൊച്ചുകുട്ടി, ആ പെൺകുട്ടി എത്ര വയസ്സായിട്ടുണ്ട്? M.Tech കഴിഞ്ഞാൽ പരമാവധി 23 വയസ്സായി കാണും. അതിനുശേഷം കല്യാണം കഴിച്ചയച്ചിരിക്കുന്നു. ആ കുട്ടിയുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ മുതൽ ഇത്തരത്തിൽ ക്രൂരമായ പീഡനമാണെന്ന് പറഞ്ഞാൽ എന്റെയോ താങ്കളുടെ വീട്ടിലെ നമ്മുടെ സഹോദരിമാർക്കോ നമ്മളുടെ മക്കൾക്കോ ഒക്കെയാണ് ഇത് ഉണ്ടാകുന്നതെങ്കിൽ എന്തായിരിക്കും കാശ്മീർ അവസ്ഥ? ഈ പോലീസുകാരനൊന്നും പിന്നെ എന്താ പറഞ്ഞാൽ കൂടിപ്പോവും. ഇവരൊന്നും മനുഷ്യനല്ലേ? ഈ പറഞ്ഞ് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളുണ്ടല്ലോ, ഇയാളൊക്കെ മനുഷ്യനല്ലേ? ഞാൻ അപ്പോഴും റൈഡർ ക്ലോസിലൊന്നും നല്ല പോലീസുകാരുമുണ്ട്. ഇത്രയും പീഡനം നോക്കൂ. ആ മാതാപിതാക്കൾക്ക് സ്വന്തം മകളെ കണ്ടിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കാരണം? അടികൊണ്ട് മുഖം വീർത്തിരിക്കുന്നു. തന്റെ മകളാണോ എന്ന് പലപ്പോഴും ആശങ്ക തോന്നി, സംശയം തോന്നി. എന്നിട്ടും അടുത്ത് നോക്കിയപ്പോഴാണ് ഇതെന്റെ മകളല്ലേ എന്ന് തോന്നുന്നത്. ആ രീതിയിലേക്ക് ക്രൂര പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നൊരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഈ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെയാണ് നടക്കുന്നത്. ആ പ്രതിക്ക് പിന്നെ തോളത്ത് കൈയിട്ട് സെൽഫിയും എടുത്ത് അവന് ബിരിയാണിയും മേടിച്ചു കൊടുത്ത് അവനെ വിദേശത്തേക്ക് അയച്ച് അവന് ജർമ്മനിയിൽ മടങ്ങിപ്പോകാനുള്ള എല്ലാ സൗകര്യവും പോലീസ് ചെയ്തു കൊടുത്തിട്ട് ഇപ്പോ ഞങ്ങൾ ഇന്റർപോളിന്റെ സഹായം നേടുമെന്നൊക്കെ പറഞ്ഞാൽ ഇവനെയൊക്കെ തെരച്ചുവാലുകൊണ്ട് അടിക്കണ്ടേ? ഇവനെയൊക്കെ പിടിച്ച് ജയിലിലിടണ്ടേ? ഇവനെയൊക്കെ ആദ്യം സസ്പെൻഡ് ചെയ്യൽ, അവനെ ഡിസ്മിസ് ചെയ്ത് ജയിലിലടക്കണം. അതിന് ആർജവമുണ്ടോ ജനാധിപത്യത്തിൽ സംസ്ഥാന സർക്കാരിന് എന്നാണ് അറിയേണ്ടത്. അപ്പോ ഇവിടെ വിസ്മയുടെ വിഷയം ഉണ്ടായപ്പോ നിമിഷം കൊണ്ട് ആ പിന്നെ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന പിന്നെ AMVA ആയിരുന്ന ചെറുപ്പക്കാരനെ സർവീസിൽ നിന്ന് പുറത്താക്കിയല്ലോ. ഇവിടെ അതിന് തത്തുല്യമായ തെറ്റല്ലേ ഈ പോലീസുകാരുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്, ഈ SHOയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്? അദ്ദേഹത്തിനെതിരെ നിയമ നടപടി വെറും ഒരു സസ്പെൻഷൻ ഒഴുകാൻ പാടില്ല.
ഇത് കേരളത്തിലെ പോലീസിന് മാതൃകയാകണം. ഇത്തരത്തിൽ പെൺകുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ ജീവന് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് ആലോചിച്ച് നോക്കും. കല്യാണം കഴിഞ്ഞ് 7-ാം ദിവസമാണ്, വെറും 7-ാം ദിവസം. ഇവിടെ ശ്രീ MK ഹരിദാസ് ചോദിച്ച പ്രസക്തമായ ചോദ്യമുണ്ട്. നമ്മൾ സർക്കാരിന് പോലും ഹണിമൂൺ പീരീഡ് കൊടുക്കാറുണ്ട്, പിന്നെയല്ലേ ദാമ്പത്യ ജീവിതത്തിൽ ആ ഹണിമൂൺ പീരീഡ് എന്ന വാക്ക് തന്നെ വന്നുള്ളതാണ്. അപ്പോ യാതൊരു സ്വരച്ചേർച്ചയില്ലായ്മയും ശ്രീ ഹരിദാസ്, ഇവിടെ ഇപ്പൊ നമ്മൾ പോലീസ് അടച്ചാക്ഷേപിക്കരുത്. പോലീസിൽ നല്ല അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവൻ മനുഷ്യനല്ല, അവൻ മനുഷ്യനല്ലെന്നേ, അവൻ മൃഗമാണ്. അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവൻ മൃഗമാണ് എന്നായിരുന്നു തർക്കമില്ല. പക്ഷെ ആ മൃഗത്തിനെ, അവനെ സംരക്ഷിക്കാൻ പോലീസ് കൂട്ടുന്നിട്ടുണ്ടെങ്കിൽ ആ പോലീസിനെ പിന്നെ നമ്മൾ എന്ത് വിളിക്കണം ഹാഷ്മി? ആ SHOയെ പിന്നെ നമ്മൾ എന്ത് വിളിക്കണം അവിടെ? എന്നിട്ട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് നീതി കിട്ടുമോ? ഞങ്ങൾക്ക് നീതി കിട്ടണ്ടേ? അയാൾ നാട് വിടില്ലേ? നോക്കൂ, ഹാഷ്മിക്ക് പോലും തോന്നി നാട് വിട്ടേക്കാം. കാരണം അദ്ദേഹം അവിടെ നിന്ന് വന്നയാളാണ്, അതേ എയറോനോട്ടിക്കൽ എഞ്ചിനീയറാണ്, തിരിച്ചു പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇത് എവിടെയായിരുന്നു കേരളത്തിലെ ഇന്റലിജൻസ്, കേരളത്തിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച്? ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി കേരളത്തിലെ എല്ലാ സ്റ്റേഷനിലും സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ടല്ലോ, ആ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ എവിടെയായിരുന്നു? ഇത്തരത്തിൽ അവൻ രാജ്യം വിടുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഒരു പരിശോധനകൾ നടത്താൻ, അല്ലെങ്കിൽ ഇന്റലിജൻസിന്റെ ഒരു പരിശോധനകൾ നടത്താൻ പിന്നെ എന്തിനാണ് ഈ സംവിധാനമൊക്കെ? ഇതിനൊക്കെ പിരിച്ചുവിട്ടൂടെ? എന്തിനാണ് ആഭ്യന്തരമന്ത്രിയെ നിങ്ങൾ ഭരിക്കുന്നത്? അപ്പോൾ ഇത്തരത്തിൽ പരാതി കൊടുത്തിട്ട് പോലും ആ കക്ഷി, നോക്കൂ, വാദി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പ്രതി അവിടെ നിൽക്കുകയാണ്. ആ പ്രതിയാണ് പറയുന്നത് ഇപ്പൊ ഞങ്ങൾ ഇന്റർപോളിന്റെ സഹായത്തോടെ പിടിക്കുമെന്ന് പറയുന്നത്. ജർമ്മനി പോയിരിക്കുകയാണ്. ആരുടെ വീഴ്ചയാണ്? ശ്രീ ജയചന്ദ്രൻ മറുപടി പറയണമെന്നേ. താങ്കൾ CPM-ന്റെ പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കുന്നെങ്കിൽ താങ്കൾ അതിന് മറുപടി പറഞ്ഞേ മതിയാവും. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ഹരിദാസ്, ഇവിടെ പോലീസ് കഴിവില്ലാത്തവരാണെന്ന് പറയരുത്. ഇപ്പൊ തിരുവനന്തപുരത്തെ KSRTC ബസ്സിലെ മെമ്മറി കാർഡ് എവിടെയാണെന്ന് ചോദ്യത്തിന് ആകാശത്തേക്ക് വായി നോക്കി പോലീസ് ഇപ്പോഴും നിൽക്കുകയാണെങ്കിലും അധികാരമുള്ള ഒരു പെൺകുട്ടി പരാതി കൊടുത്തു, അവിടെ ജഡുതിയിൽ പോലീസ് ആക്ട് ചെയ്തു. രാഖി രാമാനം ഒരു KSRTC എംപാനൽ ഡ്രൈവറെ അവിടെ രാത്രി പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി. അപ്പോൾ വാദിക്ക് ശക്തി ഉണ്ടാവണം. ഇതുപോലെ പാവം ഹരിദാസും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു പാവം പെൺകുട്ടിയാണെങ്കിൽ പോലീസ് പുച്ഛയ്ക്കും പരിഹസിക്കും വേണമായിട്ട് തല്ലും കൊടുക്കും. ശ്രീ ഹരിദാസ്, മോൺസൺ മാവുങ്കലിനെ സമ്പൂർണ്ണ സുരക്ഷയൊരുക്കിയ ഒരു പോലീസാണ് നമ്മുടെ എന്നുള്ളത് ആഷ്മി മനസ്സിലാക്കണം. അപ്പോൾ പോലീസ് നിസ്സാരക്കാരല്ല കേരള പോലീസ്. എത്രത്തോളം ആത്മവീര്യം നമ്മുടെ പോലീസിനുണ്ട് എന്നുള്ളത് നമുക്ക് ഈ എറണാകുളത്ത് നടന്ന ഈ സംഭവത്തിലൂടെ മനസ്സിലാക്കിക്കൂടും. ഒരു DGPയും ADGPയും അവിടെ സന്ദർശിച്ചിട്ട് അവിടുത്തെ ലോഗ് ബുക്ക് കീപ്പ് ചെയ്യാനും അവിടെ എന്നും പോലീസ് പെട്രോളിംഗ് നടത്താനും ഉത്തരവിട്ടൊരു സംസ്ഥാനമാണ് കേരളം. നമ്മുടെ പോലീസിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? അപ്പോൾ ഇവിടുത്തെ പോലീസിനെ പറ്റിയിട്ട് നമുക്ക് വളരെയധികം അഭിമാനിക്കാനുള്ള ഒരു വക നൽകുന്ന നിലയിലാണ് പോലീസ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സസ്പെൻഷൻ്റെ കാര്യത്തിൽ ആഷ്മി 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞതിൽ ഇപ്പോൾ സ്കൂൾ പൂട്ടിയിരിക്കുകയാണ്. ഇവർക്കൊരു ടൂറിൻ്റെ ഒരു മാസ്മര ലഹരി കൂടി ഇത്തരത്തിലുള്ള സസ്പെൻഷനിൽ ഉണ്ടാവും. ഒരു ടൂറ് പോയി കുടുംബത്തോടൊപ്പം ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും 6 മാസം സസ്പെൻഷൻ കഴിഞ്ഞ് വീണ്ടും താങ്കൾ പറഞ്ഞതുമാതിരി തന്നെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റപ്പെടുമെന്നുള്ള കാര്യം ഇവർക്ക് ഉറപ്പാണ്. അതിനു വേണ്ടിയുള്ള എല്ലാവിധ ഒത്താശയും ചെയ്യാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ കൂട്ടുകെട്ടോട് കൂടിയിട്ടാണ് ഓരോ പോലീസ് സ്റ്റേഷനിലും ഓരോ സബ് ഇൻസ്പെക്ടർമാരും ഓരോ SHOമാരും ഇരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എല്ലാവർക്കും സംരക്ഷകരുണ്ട്, ആ കാര്യം മറക്കരുത്. ഇവിടുത്തെ ഇൻ്റലിജൻസ് സംവിധാനം മോശമായിട്ട് എത്രയോ കാലമായി. ആഷ്മിക്കറിയോ, ഗുരുവായൂർ ദേവസ്വത്തിനെ കുറിച്ചിട്ട് ഒരു വിവരാവകാശ അപേക്ഷ വെച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നതിന് എന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ചോദ്യം ചെയ്തു. എൻ്റെ ടെലിഫോൺ നമ്പർ മേടിച്ചിട്ട് നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്താണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരുന്നത്? ഒരു ക്ഷേത്രത്തിൻ്റെ സ്വത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഇത്രയ്ക്കും വലിയ അപരാധത്തിൽപ്പെട്ടിട്ടുള്ളതാണോ? അല്ലെങ്കിൽ ഒരു വിവരാവകാശ പ്രവർത്തകനിൽ ഇത്തരത്തിലുള്ള ദുഷ്പ്രവർത്തികൾ കാണുന്ന ഒരു സർക്കാർ ഒരുപാട് സർക്കുലറിൻ്റെ മുകളിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ ക്രമസമാധാനം നിയന്ത്രിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും അപലപനീയമായിട്ടുള്ള കാര്യമാണ് ഹാഷ്മി. ഇനി ഒരു കാര്യം പറയുകയാണ്, ഇവിടുത്തെ ജയചന്ദ്രൻ പറഞ്ഞു പന്തീരങ്കാവിൽ നടന്നൊരു സംഭവത്തിൽ എന്താണ് ഇവിടുത്തെ മറ്റേ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം, ആഭ്യന്തര വകുപ്പിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? പവർ കട്ട്, അപ്രഖ്യാപിത പവർ കട്ട്. രാത്രി 12 മണിക്ക് പെട്ടെന്ന് കറണ്ട് പോകുന്നു, 1 മണിക്കൂറിനകം കറണ്ട് വരുന്നില്ല. ഗ്രഹനാഥയും ഇലക്ട്രിസിറ്റി ഓഫീസിൽ ചെന്ന് കിടന്നാലും ചോദ്യം ഇതാണ്, ഇതിൽ സർക്കാർ എന്ത് പഴിച്ചു? അതുപോലെ തന്നെ കത്രിക മറന്നു വെച്ച കാര്യത്തിൽ സർക്കാർ എന്ത് പഴിച്ചു? സർക്കാർ ഒന്നിലും പഴിച്ചിട്ടില്ല. സർക്കാരിനെ അല്ല കുറ്റം പറയേണ്ടത്. ശ്രീ ജയചന്ദ്രൻ, അങ്ങ് കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഞങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത്, ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് 99 സീറ്റ് കൊടുത്തിട്ട് അധികാരത്തിൽ കയറിയിരിക്കുന്ന ഗവൺമെൻറ് ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ സംരക്ഷണവും നൽകും. ഇലക്ട്രിസിറ്റി നൽകും. ആസ്പത്രിയിൽ നിന്ന് കൃത്യമായിട്ട് വിരൽ ഓപ്പറേഷൻ ചെയ്യാൻ പോയ കുട്ടിയുടെ നാക്ക് ഓപ്പറേഷൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് സർക്കാർ ആശുപത്രികൾ അതപ്പതിക്കില്ല. പോലീസിൽ നിന്ന് നീതി ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് നിങ്ങളെ അധികാരത്തിൽ കയറ്റിയത്. അതിന് ഉപോത്ബലകമായിട്ട് നിങ്ങൾ പറഞ്ഞു,
ഇടതുപക്ഷം വരുമ്പോൾ എല്ലാം ശരിയാകുമെന്ന്. പക്ഷെ കഴിഞ്ഞ 8 വർഷത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കേരള പോലീസ് ഇത്രത്തോളം ദുർബലമായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ. അത്യന്താധുനിക സംവിധാനങ്ങൾ, ഡ്രോൺ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോഴത്തെ പോലീസുകാർ എന്ത് ചെയ്യുന്നത്? ഗുണ്ടകളെയും ക്രിമിനൽ സ്വഭാവമുള്ളവരെയും സാമൂഹ്യ വിരുദ്ധരെയും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. AI ക്യാമറ സഹായമുണ്ട്, CCTV സഹായമുണ്ട്. എന്നിട്ടും കേരളത്തിൽ ഗുണ്ടകൾ അഴിഞ്ഞാടുന്നു. അതിന് ഞങ്ങൾ ആരെയാണ് കുറ്റം പറയേണ്ടത്? ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു സബ് ഇൻസ്പെക്ടറെ കുറ്റം പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണോ ശ്രീ ജയചന്ദ്രൻ? അത് അല്ല, അത് ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേടാണ്, പോലീസിന്റെ പിടിപ്പുകേടാണ്. ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും കൊണ്ട് നടക്കുന്ന മുഖ്യമന്ത്രിയുടെ പിടിപ്പുകേടായിട്ട് തന്നെയാണ് ജനങ്ങൾ അത് കാണുക. ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് 7 ദിവസവും ആദ്യ രാത്രി കഴിഞ്ഞ പിറ്റേ ദിവസം തൊട്ടിട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഹാഷ്മി, ആ കുട്ടി ക്രൂരമായ ശാരീരിക പീഡനത്തിനും മാനസിക പീഡനത്തിനും ഇരയായിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ സഹോദരിക്ക് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക്, എനിക്ക് 2 ആൺകുട്ടികളാണ്, ഞാൻ വിചാരിച്ചു എൻ്റെ മകൾക്കാണ് ഇതുണ്ടായെങ്കിൽ ഒരുപക്ഷെ ഞാൻ അവനെ കുത്തിക്കൊല്ലുമായിരുന്നു. ഞാൻ ചെല്ലുന്ന സമയത്ത് അവൻ അവിടെ ഉണ്ടാകുമായിരുന്നെങ്കിൽ. അവിടെ ഈ മാതാപിതാക്കള് സംയമനം പാലിച്ചത് കൊണ്ടാണ് അവനക്ക് ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും ഈ പോലീസിന് ചെയ്തു കൊടുക്കാനായത്. ഇത് ഒരു സസ്പെൻഷനിൽ ഒതുങ്ങും ഹാഷ്മി. നാളെ ഇവൻ തിരിച്ചു വരും. നാളെ അവൻ തിരിച്ചു വന്നിട്ട് ഇവിടെ സുഖമായിട്ട്, കാരണം FIR-ൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പുകളും ചേർത്തിട്ടില്ല. പെൺകുട്ടിയുടെയും പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെയും ഒരുവിധ പരാതികളും FIR-ൽ ചേർക്കാത്ത ഒരു FIR ആണ് ഇട്ടിരിക്കുന്നത്. ഇനിയും ഒരു കാര്യം ഞാൻ പറയുകയാണ് ഹാഷ്മി, ഇത് ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയല്ല. ഇത്തരം കേസുകളിലൊക്കെ ഇത്തരം വില്ലന്മാരായ പ്രതികളുടെ മാതാപിതാക്കൾക്കുള്ള പങ്കിനെ കുറിച്ചുകൂടി അന്വേഷിക്കാനുള്ളൊരു സംവിധാനം നമ്മുടെ പോലീസ് ചെയ്യണം. വിസ്മയുടെ കേസായാലും ഉത്രയുടെ കേസായാലും നമ്മൾ ഇത്തരത്തിൽ നമ്മൾക്കറിഞ്ഞ വിവരം വെച്ചിട്ട് ഇവരുടെയൊക്കെ മാതാപിതാക്കൾ ഇപ്പോൾ ഈ ഇഡിയറ്റിൻ്റെ മാതാവ് പറഞ്ഞത് എന്താ? മുകളിൽ നിന്ന് ശബ്ദമൊക്കെ കേൾക്കാറുണ്ട്, ഞങ്ങളൊന്നും അങ്ങോട്ട് പോകാറില്ല. ഈ സ്ത്രീയുടെ മകളെ കെട്ടിച്ചു കൊണ്ടുപോയൊരു സ്ഥലത്താണ് ഇത്തരത്തിൽ മകൾക്ക് ക്രൂര പീഡനമേൽക്കുന്ന ശബ്ദം കേട്ടിട്ട് അവിടുത്തെ മാതാപിതാക്കൾ ചെന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാക്ഷസിയായ സ്ത്രീ അത് സമ്മതിക്കുമോ? അപ്പൊ ഇത്തരത്തിലുള്ള സ്ത്രീകളെ കൂടി ഇത്തരം കേസുകളിൽ പ്രതിയാക്കണം. നിസ്സാരമായ വകുപ്പുകൾ ചുമത്താതെ തന്നെ 2 or 3 അമ്മായിയമ്മമാർ ഇത്തരം ക്രൂര പീഡനങ്ങൾക്ക് പെൺകുട്ടികൾ ഇരയാകുമ്പോൾ സൈലന്റ് ആയിരിക്കുന്ന അമ്മായിയമ്മമാർ കൂടി ഇത്തരം കേസുകളിൽ പ്രതിയായി കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു പൊടി ആശ്വാസം വരുമെന്നാണ് എനിക്ക് പ്രതീക്ഷ. തോന്നുന്നത്. ഞാൻ CM ജയചന്ദ്രനിലേക്ക് മറുപടിക്ക് എത്തും ഇടവേളയ്ക്ക് ശേഷം. CM ജയചന്ദ്രൻ, താങ്കൾ FIR വായിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ആ FIR വളരെ കൃത്യമായി എഴുതി വെക്കുന്നുണ്ട്. ഈ മൊബൈലിലെ ചാർജറിട്ട് കഴുത്തിൽ മുറുക്കിയാരും എഴുതുന്നുണ്ട്. എന്നിട്ടും അവിടെ വധശ്രമ കേസ് എടുക്കുന്നില്ല. IPC 308 പോലും ചുമത്തുന്നില്ല. ഇനി ചുമത്തിയ ഗാർഹിക പീഡനമെന്ന് ക്ലീഷയാവട്ടെ, വേണമെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാവുന്നതാണ്. അതും ആ പോലീസിന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് കസ്റ്റഡിയിൽ എടുക്കണ്ട, പുറത്തേക്ക് പോകട്ടെ എന്ന് തീരുമാനിക്കുന്നു. എന്ന് പറഞ്ഞാൽ 1 മണിക്ക് വന്ന ഈ കുടുംബം 7 മണിയായിട്ട് പോലീസ് സ്റ്റേഷൻ നിൽക്കുമ്പോൾ അതിനിടയിൽ വന്ന ഈ പ്രതി സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇനി പോയി, അത് വലിയ വിവാദമായി വാർത്തയായി. ഈ പ്രതിക്ക് പിന്നാലെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചുകാരനും പോയിട്ടില്ല. എത്ര വിവാദമുണ്ടായിട്ടും കല്ലിന് കാറ്റ് പിടിച്ച പോലെ പിന്നെയും ദിവസങ്ങൾ കാത്തിരുന്നു. എന്നിട്ട് പ്രതി സുഖമായി സിംഗപ്പൂർ വഴി അദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര പോയെങ്കിൽ ആ പന്തീരാങ്കാവ് പോലീസും അതിൻ്റെ മേലാളന്മാരും കേരളത്തോട് പരസ്യമായി പ്രഖ്യാപിക്കുകയല്ലേ, ഇയാളിനി ആരെ കൊന്നാലും എന്തു പുകലുണ്ടായാലും ഈ അക്രമിക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് പരസ്യമായി നഗ്നമായി പ്രഖ്യാപിക്കുകയല്ലേ CM ജയേന്ദ്രൻ? അങ്ങനെ പ്രഖ്യാപിക്കുകയാണ് എന്നുള്ളതുകൊണ്ട് യാതൊരു യോജിപ്പുമില്ല ഹാഷ്മി. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ പന്തീരാങ്കാവ് പോലീസ് ബോധപൂർവം തന്നെ ഇക്കാര്യത്തിൽ അലംഭാവമോ വീഴ്ചയോ മാത്രമല്ല തെറ്റും വരുത്തിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇപ്പോഴാരാണ് അന്വേഷിക്കുന്നത്? ഇപ്പോൾ ഫറോക്ക് ACP ആണ്, സജു കെ എബ്രഹാമാണ് അന്വേഷിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടെ ഇപ്പോൾ വിമർശിച്ച കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നു, പോലീസിനെതിരെയുള്ള വിമർശനങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നു. പക്ഷേ ഈ പോലീസിൻ്റെ താഴെയുള്ള പോലീസ് സ്റ്റേഷനിൽ ഇത്ര ഒരു അനീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അനീതി തിരുത്താനായി അതേ പോലീസ് സംവിധാനമാണ് ഗവൺമെൻറ് ഉപയോഗിക്കുന്നത്. അതാണ് ഗവൺമെൻറ് ചെയ്യേണ്ട ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം കൃത്യമായി ചെയ്യാനുള്ള നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ACPക്ക് ചുമതല കൊടുത്ത് 7 പേരടങ്ങുന്ന ടീമിനെ വെച്ച്. ഇന്നലെ തന്നെ ACP എറണാകുളത്ത് പറവൂരിൽ ആ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ മൊഴി എടുത്തിരുന്നു. താങ്കൾ ആത്മാർത്ഥമായി കരുതുന്നുണ്ടോ? ഇതുപോലെ ഇന്റർപോളുമായി ബന്ധപ്പെട്ട് റെക്കോർഡ് നോട്ടീസ് ഒക്കെ വെച്ച് കുറ്റവാളി കൈമാറ്റ കരാറിലൂടെ ഈ പ്രതിയെ പിടിച്ച് കേരളത്തിൽ കൊണ്ടുവരും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, താങ്കൾ കരുതുന്നുണ്ടോ പോലീസ് ആരെങ്കിലും ബോധിപ്പിക്കാനാണ് ചെയ്യുന്നതെന്നുള്ളത്? കരുതുന്നുണ്ട്. പോലീസിന്റെ അന്വേഷണ രീതിയിൽ കരുതുന്നുണ്ട്. അത് തിരുത്തണമെങ്കിൽ അതേ സംവിധാനം ഉപയോഗിച്ചാണ് ഞാൻ കരുതുന്നുണ്ട്. സർ, പട്ടാപ്പകൽ ഈ പറയുന്ന അക്രമമൊക്കെ കാണിച്ച ഒരു അക്രമി കൺമുന്നിൽ കണ്ടിട്ട് അയാളെ പുറത്തേക്ക് ആനയിച്ചിട്ട് റെഡ് കോർണർ നോട്ടീസോ? എന്ത് കോർണർ നോട്ടീസ്? എന്ത് ഇന്റർപോൾ? എന്ത് CBI?
അല്ല, താങ്കൾ അങ്ങനെ കണ്ടോളൂ, ഞാൻ അങ്ങനെയല്ല കാണുന്നതെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയേണ്ടത്. താങ്കൾ അങ്ങനെ പറഞ്ഞോളൂ, ഞാൻ അതിനകത്ത് എനിക്ക് വിയോജിപ്പില്ല. താങ്കൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഉപയോഗിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ അങ്ങനെയല്ല കാണുന്നത്. അങ്ങനെ ഒരു പിന്നെ വ്യതിയാനം, പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സംവിധാനം ഉപയോഗിച്ച് തന്നെ അത് കറക്റ്റ് ചെയ്യുകയും ഈ പ്രശ്നത്തിൽ ശരിയായൊരു നിലവാരത്തിലേക്കും നിലപാടിലേക്കും അന്വേഷണത്തിലേക്കും എത്തിച്ചേർന്നുകൊണ്ട് വേണം അങ്ങയുടെ ബോധ്യം ശരിയായിരുന്നെങ്കിൽ ബോധ്യത്തിലാണ് പോലീസ് ഈ കേസ് ഇപ്പോൾ ഏറ്റെടുക്കുക. സർ, അങ്ങയുടെ ഉത്തമ ബോധ്യം ശരിയായിരുന്നെങ്കിൽ ആലുവയിൽ മൊഫിയ പർവീൺ എന്ന് പറയുന്ന മജിസ്ട്രേറ്റ് ആകാൻ കൊതിച്ച പാവം പിടിച്ച ഒരു പെൺകുട്ടിയെ കൊലയ്ക്ക് കൊടുത്ത, കൊലപാതകത്തിലേക്ക് തള്ളിവിട്ട, ആത്മഹത്യാക്കുറിപ്പിൽ പേരെഴുതി വെച്ച സുധീർ ഇപ്പോൾ സർവീസിൽ ഉണ്ടാകുമായിരുന്നില്ല. അങ്ങയുടെ ബോധ്യം ശരിയായിരുന്നെങ്കിൽ CM ജയേന്ദ്രൻ. അല്ല, അത് അങ്ങനെയല്ലല്ലോ. നമ്മളൊരു കേസിനെ പിന്നെ ഈ ഒരു വിഷയം, പന്തീരാങ്കാവ് വിഷയം സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഹാഷ്മി അതിനെ കോറിലേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കേസുകൾ പാനലിസ്റ്റുകൾ പറയാൻ സാധിച്ചേക്കും, താങ്കൾക്കും പറയാൻ സാധിച്ചേക്കും. പക്ഷേ ഒരു കേസിനെ ഫോക്കസ് ചെയ്താണല്ലോ പറയുന്നത്. താങ്കൾ ചോദിച്ചു FIR ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണല്ലോ ഈ ചർച്ചയിൽ പറയേണ്ടത്. അതിനെ കോറിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒത്തിരി കേസുകൾ 2016 മുതൽ ഈ 2024 വരെയുള്ള സംഭവവികാസങ്ങൾ അധികരിച്ച് പറയാൻ കഴിയും, പാനലിസ്റ്റുകൾക്കും പറയാൻ കഴിയും. പക്ഷേ ഇവിടെ ഇരിക്കുന്നത്, ഞാൻ ഇരിക്കുന്ന പന്തീരാങ്കാവ് കേസിൽ താങ്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എൻ്റെ പ്രതികരണം അറിയിക്കാനായിട്ടാണ്. അതാണ് എനിക്ക് പറയാൻ കഴിയുക. ഞാൻ സംസാരിക്കുകയും ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് മറിച്ചൊരു ബോധ്യത്തിലേക്ക് എത്താൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്ന് ഞാൻ പറയുകയാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഹസ്കർ അങ്ങ് കരുതുന്നുണ്ടോ? ഹസ്കർ അങ്ങ് കരുതുന്നുണ്ടോ? ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇന്റർപോളിന്റെ സഹായം തേടുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നോട്ടീസ് പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല. അത് സമയമെടുക്കുന്ന പ്രൊസീജിയറിൽ കൂടെ നടക്കേണ്ട, അതിന്റെ ചട്ടപ്പടി നടക്കേണ്ട കാര്യമാണ്. സമയമെടുക്കുന്ന പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയറിൽ കൂടെ പോയി ഇവിടുന്ന് പോലീസ് ജർമ്മനിയിൽ ആണെങ്കിൽ ജർമ്മനിയിലേക്ക് കൃത്യമായി പോലീസ് ഇപ്പോഴും പറയുന്നില്ല കേട്ടോ ഇയാൾ എവിടെയാണ്, പക്ഷെ ജർമ്മനിയിലാണ്. ജർമ്മനിയിൽ പോയി ഇയാളെ, ഗാർഹിക പീഡന കേസ് മാത്രം വകുപ്പിട്ട ഇയാളെ പോലീസ് അവിടുന്ന് പിടിച്ചുകൊണ്ട് വന്ന് നീതി നടപ്പാക്കും എന്ന് കരുതണോ ഹസ്കർ? ഹാഷ്മി, സ്ത്രീ ഒരു ഉപഭോഗ വസ്തു മാത്രമാണെന്നും സ്ത്രീയെ പുരുഷന് തല്ലാനുള്ള ചെണ്ടയാണെന്നും കരുതുന്ന മനോഭാവമുള്ള ചിലരെങ്കിലും കേരള പോലീസിലുണ്ട്. അതിൻ്റെ ഏറ്റവും ദൃഷ്ടാന്തമാണ് നമുക്ക് പന്തീരാങ്കാവ് പോലീസ്. പന്തീരാങ്കാവ് പോലീസ് ഇത്തരം ഒരു പരാതി ലഭിക്കുമ്പോൾ നിശ്ചയമായും ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല എന്നുള്ളിടത്താണ് പോലീസ് വിമർശന വിധേയമാകപ്പെടുന്നത്. കേരള പോലീസിന് ആകെ അപമാനമാണ് പന്തീരാങ്കാവ് പോലീസ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ആ ഉദ്യോഗസ്ഥനെ SHOയെ അപ്പോൾ തന്നെ നടപടിയെടുക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗവൺമെൻറ് സർവീസ് ചട്ടം അനുസരിച്ച് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ശിക്ഷ അദ്ദേഹത്തിന് ആദ്യം തന്നെ, അതൊരു ശിക്ഷയല്ലെങ്കിൽ പോലും ആ നടപടിയിലേക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ 307 ഗാർഹിക പീഡനവും അതുപോലെ സ്ത്രീധന പീഡനവും അടക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾ ഇട്ടു തന്നെ ആ കേസെടുക്കണമായിരുന്നു. അതിനുള്ള ആർജവം കാണിക്കണം. നമ്മുടെ മുന്നിൽ ഉത്തര വിസ്മയ കേസുകളുടെ വിധി നമ്മുടെ മുന്നിലുണ്ട്. അതും ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ആ വിധി വന്നിട്ടുള്ളത്. ഉത്തര വിസ്മയ കേസുകളെന്ന് പറയുന്നത് സമയബന്ധിതമായി കുറ്റമറ്റ രീതിയിൽ കേരള പോലീസ് അന്വേഷിക്കുകയും ആ പ്രതികൾക്ക് സമയബന്ധിതമായി കോടതിയിൽ ട്രയൽ നടത്തി ആ കേസിലെ പ്രതികളെ ശിക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ഇതേ കേരള പോലീസും ഇതേ കേരളത്തിലെ ഗവൺമെൻറ്റും തന്നെയായിരുന്നു. അപ്പോൾ പന്തീരാങ്കാവ് പോലീസ് കാണിച്ചത് കുറ്റകരമായ അലംഭാവമാണ്. അതിലെ ഉദ്യോഗസ്ഥന്മാരെയും അതിൻ്റെ സൂപ്പർവൈസറി ഉദ്യോഗസ്ഥന്മാരെയും നടപടി എടുക്കപ്പെടുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. ഇപ്പോൾ അന്വേഷണ സംഘത്തെ നിയമിച്ചുകൊണ്ടും അന്വേഷണം ഹയർ അതോറിറ്റിയിലേക്ക് നൽകിക്കൊണ്ടും പോലീസിലെ നാണക്കേട് മറക്കാനല്ലേ അത്? അന്വേഷണത്തിന്റെ മാറ്റം വന്നിട്ടുണ്ട്. ഉണ്ടായ നാണക്കേട് മറക്കാനല്ലേ അത്? ഈ പറയുന്ന പോലീസിന്റെ സഹായത്തോടെ നാട് കടന്ന ഈ പ്രതി അവിടെ പോയിരുന്ന് ഈ പെൺകുട്ടിയെ സ്വഭാവഹത്യ ചെയ്യുന്ന വീഡിയോ എടുത്ത് ഇങ്ങോട്ടൊക്കെ അയക്കുകയാണ്. അത് ആഭ്യന്തര വകുപ്പിന്റെ മുഖത്തേക്കും ആഭ്യന്തര നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുഖത്തേക്കും കേരളത്തിന്റെ മുഖത്തേക്കും നോക്കി പല്ലിളിക്കുമ്പോൾ, നാണം കെടുമ്പോൾ, നാട് വിരൽ ചൂണ്ടുമ്പോഴല്ലേ ഒരു ഡാമേജ് കൺട്രോൾ? അതിനപ്പുറം എന്ത് CBI, എന്ത് ഇന്റർപോൾ? CBI അസ്കർ. അശ്മി, നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സമയബന്ധിതമായി മാത്രമേ നമുക്ക് ചെയ്യാനാവൂ. പന്തീരാങ്കാവ് പോലീസിൽ വന്നിട്ടുള്ള അലംഭാവം അത് കേരള പോലീസിന് അപമാനമായിട്ടുണ്ട്, ഒരു സംശയമില്ല. പക്ഷെ ആ അപമാനം എങ്ങനെ പരിഹരിക്കപ്പെടാമെന്നുള്ളിടത്താണ് അതിൻ്റെ നിയമപരമായിട്ടുള്ള വേഗത കൂട്ടുക. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കേരള പോലീസ് ആക്ട് പ്രകാരം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ജഡ്ജിങ് കപ്പാസിറ്റിയിൽ മാത്രമേ ഓരോ കാര്യങ്ങളെ സമീപിക്കാൻ കഴിയൂ. അത് നിയമപരമായിട്ടുള്ളൊരു പ്രശ്നവും പരിമിതിയുമാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ളത് കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ്.
ആ കുറ്റകരമായ അനാസ്ഥയാണ് കേരള പോലീസിന് ആകമാനം നാണക്കേടുണ്ടാക്കി വെച്ചിട്ടുള്ളത്. അത് പരിഹരിക്കാൻ കഴിയും. മാത്രമല്ല, അങ്ങ് കരുതുന്നത് പോലെ രാജ്യം വിട്ടൊരു കുറ്റവാളി പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത ദിവസം തന്നെ കോടതിയിലെത്തിക്കണം, ആ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ശിക്ഷിക്കണമെന്ന് ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം ഇതിനപ്പുറം നാം ചർച്ച ചെയ്യേണ്ടതും അത് ചിന്തിക്കേണ്ടതും മറ്റൊരു വിഷയമാണ്. മാറുന്ന മലയാളിയുടെ മനോഭാവമാണ്. ഉത്തരവിസ്മയ കേസുകളുടെ വിധി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ പോലും വീണ്ടും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുകയും അതിന് അവസരമൊരുക്കുന്ന രക്ഷിതാക്കളുമുള്ള ഒരു നാടായി കേരളം മാറുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. മലയാളിയുടെ മനോഭാവത്തിൽ വരുന്ന മാറ്റം, വിവാഹത്തെ സംബന്ധിച്ചും കുടുംബജീവിതങ്ങളെ സംബന്ധിച്ചുമുള്ള മലയാളിയുടെ ചിന്താഗതിയിൽ വരേണ്ട മാറ്റം, അതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി. അത് കുറച്ചുകൂടി വിശാലമായ ചർച്ചയാണ് ഭാസ്കർ. പക്ഷേ അത്തരം ആർത്തിമൂത്ത ഈ കല്യാണം കഴിച്ചതിന് ശേഷം മാത്രം സ്ത്രീധനം വാങ്ങി ജീവിക്കാനിരിക്കുന്ന മനുഷ്യരെ മനുഷ്യർ വർദ്ധിച്ച് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ പോലീസും അവരുടെ കൂടെ നിന്നാലോ? അവിടെയാണുള്ള പ്രശ്നം. ഞാൻ അങ്ങനെയൊക്കെ എത്താം ഭാസ്കർ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അങ്ങനെ കരുതണോ? ഇപ്പം പരമാവധി 6 മാസത്തിനകം ഈ പറയുന്ന സരിൻ എന്ന ഉദ്യോഗസ്ഥൻ തിരികെ ജോലിയിലേക്ക് കയറും. നമ്മൾ ഈ വാർത്ത പരമാവധി എത്രയാണ്? പരമാവധി 1 മാസം ഈ വാർത്തയ്ക്ക് പിന്നാലെ ഉണ്ടാകും. ഈ പറയുന്ന രാഹുൽ പി ഗോപാൽ ഇടയ്ക്ക് ജർമ്മനിയിൽ നിന്ന് തിരികെ എത്തും. വേണമെങ്കിൽ ഇനിയും സ്ത്രീധനവും കാറും വാങ്ങിച്ച് കല്യാണം കഴിക്കും. ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ശ്രീ ജ്യോതികുമാർ ചാമക്കാല. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് അവസ്ഥ. കാരണം ഇപ്പോൾ മാധ്യമ രംഗത്തുള്ളവർക്കും അതുപോലെ തന്നെ മാധ്യമങ്ങൾക്കുമൊക്കെ ഈ വാർത്ത ലൈംലൈറ്റിൽ നിർത്തുന്നതിന് ഒരു പരിമിതിയുണ്ട്. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ എന്തായാലും ഒരു കാര്യമുണ്ട്. ശ്രീ ഹസ്കർ എന്റെ സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷന് വെച്ചിരിക്കുന്നത് നിരീക്ഷകൻ എന്നാണ്. ഈ വിഷയത്തിലെ വൈവിധ്യം കൊണ്ടാകാം അദ്ദേഹം ഇടത് നിരീക്ഷകൻ എന്നുള്ളത് ഇടത് വെട്ടിക്കളഞ്ഞത്. ഏതായാലും പിന്നെ അതങ്ങനെ പോട്ടെ, ഞാനത് സാന്ദർഭികമായി സൂചിപ്പിച്ചത് മാത്രം. അതിനപ്പുറത്തേക്ക് ഇവിടെ എന്താണ് ഇടതുപക്ഷ സർക്കാർ, അദ്ദേഹം സർക്കാരിനെ അനുകൂലിച്ച് സംസാരിക്കുന്നുമില്ല, എന്നാൽ എതിർക്കാനുമില്ല. ഇവിടെ നോക്കൂ, ഇവിടെ ഇടതുപക്ഷ സർക്കാർ 2019 പറഞ്ഞത് 5 വർഷം കൊണ്ട് കേരളം സ്ത്രീധന വിമുക്തമായ ഒരു സംസ്ഥാനമായി മാറും എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴോ? ഇനി എല്ലാ വർഷവും നവംബർ 26-ന് സ്ത്രീധന വിരുദ്ധ ദിനമായിട്ടൊക്കെ ആചരിക്കുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ എന്ത് പ്രസക്തിയാണുള്ളത്? അതിനപ്പുറത്തേക്ക് നോക്കൂ, ഇവിടെ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള പ്രധാനമായ വിഷയം ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ പറയാതിരിക്കാൻ കഴിയുമോ? നമ്മുടെ സംസ്ഥാനത്തെ IG ആയിരുന്ന ലക്ഷ്മണ, അദ്ദേഹം മോൻസൺ മാവുങ്കൽ തട്ടിപ്പ് കേസിൽ പ്രതിയൊക്കെയാണ്. പക്ഷെ അദ്ദേഹം സംസ്ഥാനത്തെ IPS കേഡറിൽ വന്നിട്ടുള്ള IG ആയിരുന്ന ലക്ഷ്മണ കേരള ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് നിയന്ത്രിക്കുന്നത് ബാഹ്യ അധികാര കേന്ദ്രമാണ് എന്നാണ്. ഒരു ദിവസത്തേക്കെങ്കിലും സംസ്ഥാനത്തിന്റെ IG ആയിരിക്കുന്നയാൾ സർവീസിലുള്ളയാൾ അദ്ദേഹം കേരള ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ളത് ബാഹ്യ അധികാര കേന്ദ്രമുണ്ട് എന്നാണ്. സാമ്പത്തിക ഇടപാടുകളിൽ മധ്യസ്ഥത വഹിക്കുന്നു ആ ബാഹ്യ കേന്ദ്രം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒത്തുതീർപ്പിന് നേതൃത്വം നൽകുന്നു എന്നാണ് IG പറഞ്ഞിട്ടുള്ളത്. ഹൈക്കോടതിയിൽ ആർബിട്രേറ്റർക്ക് അയച്ച തർക്കങ്ങൾ പോലും ഇടപെട്ട് തീർപ്പാക്കുന്നു എന്നാണ് IG ലക്ഷ്മണ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു IG പോലും സംസ്ഥാനത്ത് കേരള ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിട്ടുള്ള സ്ഥിതിക്ക് അതിനപ്പുറത്തേക്ക് നമ്മൾ എന്താ പ്രതീക്ഷിക്കേണ്ടത്? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഇവിടെ 30 ക്രിമിനൽ കേസിൽ പ്രതിയായിരുന്ന ഒരു CI ആയിരുന്നു ശ്രീമോൻ എന്ന് പറയുന്ന CI. 30 ക്രിമിനൽ കേസിൽ പ്രതിയായിരുന്നു. അദ്ദേഹത്തെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. അദ്ദേഹത്തെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തതിനു ശേഷവും സംസ്ഥാനത്തെ CPM സഹയാത്രികന്മാർ നേതാക്കന്മാർ ഇടപെട്ട് അദ്ദേഹത്തിന് ADGP വിജയ് സാക്രയെ കൊണ്ട് ഒരു അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് വാങ്ങി അദ്ദേഹത്തെ തിരിച്ച് സർവീസിലെടുത്തു. ഹാഷ്മിക്ക് അറിയാമോ? അപ്പോൾ ക്രിമിനലുകൾ, ഏത് ക്രിമിനലായാലും അവന് CPMന്റെ പിന്തുണയുണ്ടെങ്കിൽ അവൻ എന്തുമാകാം. അത് ഏത് എത്ര മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായാലും എന്തും ആകാം എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ പറഞ്ഞു പോകുമ്പോഴും മറ്റു ചില കാര്യങ്ങൾ കൂടി ഇവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ പിന്നെ എന്താ പറഞ്ഞത്, ACPക്ക് ചുമതല കൈമാറി എന്നാണ് ശ്രീ ജയചന്ദ്രൻ പറഞ്ഞത്. ACPക്ക് ചുമതല മാറി. നമ്മൾ പച്ചമലയാളത്തിലൊരു പഴഞ്ചൊല്ല് പറയുമല്ലോ, എന്താ ചത്ത പിന്നെ കൊച്ചിന്റെ ജാതകം വായിക്കുന്നു. ആ കുട്ടിക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടി. അതിൽ ആ പ്രതിസ്ഥാനത്തുള്ള ആൾ വളരെ കൃത്യമായി ഒരു പരിക്കുകളും കൂടാതെ വിദേശത്തേക്ക് കടന്നതിന് ശേഷം ഞങ്ങൾ ACPയെ ചുമതലപ്പെടുത്തി അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? പിന്നെന്താ പറയുന്നത്, ഞങ്ങൾ റെഡ് കോർണർ നോട്ടീസ്, ഇന്റർപോളിന്റെ സഹായം. പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഇത് തന്നെ പറയുന്നത്. പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഇത്തരത്തിൽ ഇന്റർപോളിന്റെ സഹായം തേടിയിരിക്കുക. അദ്ദേഹം വന്നാൽ കേസ് നടക്കും, ഇല്ലെങ്കിൽ അവിടെ കിടക്കും. അപ്പോ BJP പ്രജ്വൽ രേവണ്ണയെ എങ്ങനെ സഹായിച്ചോ അതുപോലെ തന്നെയാണ് ഈ പ്രതിയെ സംസ്ഥാന സർക്കാരും സഹായിച്ചത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. സംസ്ഥാന പോലീസ് സഹായിച്ചിട്ടുള്ളത്. അപ്പോ പിന്നെ ഹസ്കർ പറയുന്നു അദ്ദേഹത്തെ പണിഷ് ചെയ്തു, സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ ഒരു പണിഷ്മെന്റേ അല്ല എന്ന് എന്നേക്കാൾ നന്നായി അറിയാവുന്ന ആളാണ് ശ്രീ ഹസ്കർ എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കൂ, അവിടെ അദ്ദേഹം പറഞ്ഞ വൈഡർ ക്യാൻവാസിലേക്ക് പോകാം. പോലീസിന്റെ വീഴ്ചകളെ സംബന്ധിച്ചോ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇത്തരത്തിൽ ഒരു ഇര നീതി തേടി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ആ ഇരയ്ക്ക് നീതി കൊടുക്കാതിരിക്കുകയും അതിൽ പ്രതിസ്ഥാനത്തുള്ളയാളെ
വളരെ ക്ലിയറായി ഈ രാജ്യം വിട്ടുപോകാൻ സഹായിക്കുകയും ചെയ്ത പോലീസിനെ കുറിച്ചാണ് പറയുന്നത്. ഇത്തരത്തിൽ സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകളുണ്ട്. ഞാൻ കണക്കുകളൊക്കെ പറഞ്ഞു ഞാനതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ 2022 മാത്രം നമ്മുടെ മുമ്പിൽ ഏറ്റവും അവസാനം 2022 രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ തണ്ണീർമുക്കത്തെ ആതിരയുണ്ട്, നെടുമങ്ങാട്ടെ വിവാഹ നിശ്ചയത്തിന് ശേഷം സ്ത്രീധനം പറഞ്ഞ് പിന്മാറിയ ആതിരയുണ്ട്, അതുപോലെ തന്നെ നെടുമങ്ങാട്ട് തന്നെ കരകുളത്തുള്ള അനുപ്രിയയുണ്ട്, വർക്കല വെട്ടൂരിലെ നസീനയുണ്ട്, അതുപോലെ വയനാട് ദർശനയുണ്ട്. ആ ദർശന എന്ന് പറയുമ്പോൾ ആ ദർശന അവസാനം ഈ പീഡനം കാരണം പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ആ ദർശന ഗർഭിണിയായിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ മറക്കരുത്. അതുപോലെ തൃശ്ശൂരിൽ സബീനയുണ്ട്, കോട്ടയത്ത് അതിരമ്പുഴയിൽ ഷൈമോളുണ്ട്. നമുക്കറിയാമല്ലോ ഏറ്റവും അവസാനം ഡിസംബറിൽ നടന്ന മരണം 2023 ഡിസംബറിൽ നടന്നിട്ടുള്ള 22 ഡിസംബറിൽ നടന്നിട്ടുള്ള 23 ഡിസംബറിൽ നടന്നിട്ടുള്ള മരണം PG വിദ്യാർത്ഥിയായിരുന്ന ഷഹ്ന, പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ ഇത്തരത്തിൽ സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മരണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇത്രയും ഗൗരവമുള്ള ഒരു കേസ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ആ ഇരയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഹസ്കർ നമ്മൾ സംസാരിക്കുന്നത്. അത് ഗൗരവമേറിയതാണ് എന്ന് പറഞ്ഞാൽ നീതി നമ്മൾ അടിക്കടി ആ വാർത്ത നമ്മളാണ് 24 ആദ്യം പുറത്തു വിടുന്നത്. അതിനുശേഷം അടിക്കടി അതിലേക്ക് വാർത്താമുന്ന് നീളുമ്പോഴും ചർച്ചകളടക്കം രൂക്ഷമായ പ്രതികരണങ്ങളുമായി ചർച്ച നടത്തുമ്പോൾ പോലും ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല, ഈ എന്താണ് രാഹുൽ മോൻ പൊക്കോട്ടെ എന്ന് പോലീസ് തീരുമാനിക്കുന്നത് പന്തീരാങ്കാവ് പോലീസിന് മാത്രം തീരുമാനമാണോ എന്നിനി വരും ദിവസങ്ങൾ അറിയണം. ഞാൻ തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ഹരിദാസ്, തിരുവനന്തപുരത്തെ ആ മെമ്മറി കാർഡ് ഇനിയും പോലീസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അവിടെ എന്താണ് കൊണ്ടുപിടിച്ച അന്വേഷണമാണ്. ആ യദുവിനെ ചോദ്യം ചെയ്തു, ആ കണ്ടക്ടറെ ചോദ്യം ചെയ്തു, എവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ല. വടകരയിൽ ഒരു നാടിനെ കുട്ടിച്ചോറാക്കുന്ന ഒരു വർഗീയ സ്ക്രീൻഷോട്ട് ഇറങ്ങി. ആരാണ് ഉപജ്ഞാതാവെന്ന് ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ ശ്രീ MK ഹരിദാസ്. അപ്പോൾ പ്രതിപക്ഷം പറയുന്നത് പോലീസ് അത് കണ്ടെത്താണ്ടാൻ തീരുമാനിച്ചതാ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഗണത്തിൽ പെടുത്താവുന്നതല്ല ഈ രാഹുലിൻ്റെ പോക്ക് നാട്ടറിയാം. രാഹുലിൻ്റെ പോക്ക് പൂർണ്ണമായിട്ടും കേരള പോലീസിൻ്റെ സംരക്ഷണത്തോടു കൂടിയാണെന്നുള്ള കാര്യത്തിൽ സംശയമുള്ളത് ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന നിരീക്ഷകർക്കാണ് എങ്കിൽ അത് തെറ്റായ ധാരണയാണ് എന്ന് ഇവിടുത്തെ സാധാരണക്കാരായ നികുതിദായകർക്ക് അറിയാം. വനിതാ സംരക്ഷണത്തിന് വേണ്ടി കോടികളോ ലക്ഷങ്ങളോ ചിലവാക്കിയിട്ട് സംരക്ഷണം അതിൽ തീർത്തൊരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ സ്ത്രീ സംരക്ഷണം ഉറപ്പുവരുത്താത്തതിൻ്റെ പേരിൽ ഒരു മജിസ്ട്രേറ്റ് ആത്മഹത്യ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ഗാർഹിക പീഡന പ്രകാരം താൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു പെൺകുട്ടിക്ക് നീതി ലഭിക്കാതെ പോകുന്നു. അതേസമയം ഒരു മേയറെ ഒരു KSRTC ബസ്സിലെ ഡ്രൈവർ ഒന്ന് ഓവർടേക്ക് ചെയ്തു എന്ന പേരിൽ പാതിരാത്രിക്ക് തന്നെ അയാൾക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമുള്ള സകല കുറ്റങ്ങളും ചുമത്തി FIR ഇടുന്ന ഒരു നാട്ടിൽ ഇത്തരത്തിലുള്ള അപച്യുതികൾ സംഭവിക്കുന്നുവെങ്കിൽ അത് പോലീസിൻ്റെ പരാജയമാണ്, പോലീസിനെ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണ്. അത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയുടെ പരാജയമാണെന്നല്ലാതെ മറ്റൊന്നും ഇതിൽ പറയാനില്ല. കാശ്മി, നിങ്ങൾ ഈ വിഷയം വിട്ടിട്ട് അടുത്തൊരു വിഷയം നിങ്ങൾക്ക് കിട്ടുന്നതോട് കൂടിയിട്ട് പന്തീരങ്കാവിലെ പീഡിപ്പിക്കപ്പെട്ട പാവപ്പെട്ട പെൺകുട്ടിയുടെ അവസ്ഥ പഴയപടി നമ്മൾ പറയില്ലേ, അതിൻ്റെ ജീവിതത്തെക്കുറിച്ചിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ചർച്ചയിൽ നമ്മൾ പല വിഷയങ്ങളും സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെ പ്രതീക്ഷകളോടെയായിരിക്കും ആ പെൺകുട്ടി ആ വീട്ടിലേക്ക് ചെന്ന് കയറിയിരിക്കുന്നത്. ആ ആദ്യ രാത്രി കഴിയുന്നതോടുകൂടി ആ കുട്ടിയേറ്റ മാനസിക പീഡനവും ഇനി അതിൻ്റെ ജീവിതത്തെക്കുറിച്ചിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊക്കെ അമ്മയും സഹോദരിമാരുമില്ല. അപ്പം ഇത്തരം സംഭവങ്ങളെ ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഊതി വീർപ്പിച്ചുകൊണ്ട് സർക്കാരിനെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ കുറേ പേർ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് എന്ന തോതിലൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിക്കുകയല്ല വേണ്ടത്. ഗാർഹിക പീഡനവും സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട കേസുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇവിടുത്തെ പോലീസിന് കൃത്യമായൊരു ബോധവൽക്കരണം നൽകാനെങ്കിലും സംസ്ഥാന സർക്കാരും പോലീസ് മേധാവികളും തയ്യാറായാൽ അത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളത് ഇത്തരത്തിൽ കേസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ഹസ്കർ, ഇവിടെ ഇത്തരത്തിൽ വേട്ടക്കാരന് കാവൽ മാലാഖമായി ഏമാന്മാർ നിൽക്കുന്ന കാലത്ത് ഇനി ഇത്തരത്തിൽ ഉപദ്രവം ഏറ്റുവാങ്ങുന്നു, ഇനി എന്താണ് ഇതിലപ്പുറം കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു പെൺകുട്ടിക്ക് ഏതെങ്കിലും സ്റ്റേഷനിലോട്ട് പോയി ഏമാനോട് പറയാൻ ധൈര്യം ഉണ്ടാവുമോ ശ്രീ BN ഹസ്കർ? ഹാഷ്മി, സമൂഹത്തിലെ എല്ലാ ജീർണതകളും ഒരു യൂണിഫോംഡ് സേനയായിട്ട് കൂടി പോലീസിലേക്കും വന്നിട്ടുണ്ട്. ആ ജീർണതകളും സമൂഹത്തിലെ പുഴുക്കുത്തുകളും പോലീസ് സേനയിലും ഉണ്ട്. ഞാനത് സമ്മതിക്കും. 1% കേരളത്തിലെ പോലീസുകാർ ഇപ്പോഴും ആ കൊളോണിയൽ ഹാങ് ഓവറിൽ നിന്നും മാറിയിട്ടില്ല. പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒക്കെ ബലത്തിൽ പോലീസ് സേനയിൽ അങ്ങനെ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഗവൺമെൻറ് എടുത്തിട്ടുള്ള ഏറ്റവും സക്രിയമായ തീരുമാനം എന്താണെന്നറിയോ? 96 കളങ്കിതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാൻ ധൈര്യം കാണിച്ചിട്ടുള്ള സർക്കാർ
സർക്കാരാണ് കേരള സർക്കാർ. അപ്പോൾ ആ ഗവൺമെന്റിനെയാണ് നിങ്ങൾ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഹരിദാസൊക്കെ വായെടുത്താൽ എപ്പോഴും ഇടിവെട്ടിയാൽ പോലും സംസ്ഥാന സർക്കാരിനെയും പിണറായി വിജയനെയും തെറി പറയുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇടിവെട്ടിയാൽ അതിൻ്റെ തെറ്റും സഖാവ് പിണറായി വിജയനിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ വിമർശിക്കാൻ വേണ്ടി സംഭവങ്ങൾ ഈ പോലീസ് സേനയിൽ ആവർത്തിക്കുമ്പോൾ സമാനമായ മോഡോസ് ഓപ്പറാണ്ടിയിൽ സമാനമായ സംഭവങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി വരുമ്പോൾ പിന്നെ ആഭ്യന്തര വകുപ്പിനെ അല്ലാതെ ആരെയാണ് പഴിക്കുക ശ്രീ ബി എൻ ഭാസ്കർ? അങ്ങനെയല്ലേ ഇതിൽ ഞാൻ ചോദിക്കട്ടെ, ഞാൻ അങ്ങനെയെങ്കിൽ നിങ്ങളൊരു ഉത്തരം തരൂ. ഉത്തരവധക്കേസും അതുപോലെ വിസ്മയ കേസും സമയബന്ധിതമായി അന്വേഷിച്ച് വിധി പറഞ്ഞ് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ, ജാമ്യം പോലും ലഭിക്കാത്ത തരത്തിൽ ശിക്ഷ മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് ഈ കേരള പോലീസിനല്ലേ? അപ്പോൾ ആഭ്യന്തര വകുപ്പ് അഭിനന്ദനം അർഹിക്കുന്നില്ലേ? ആഭ്യന്തരമന്ത്രി അഭിനന്ദനം അർഹിക്കുന്നില്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രി അഭിനന്ദനം. അവിടെ എന്താ നിങ്ങളുടെ നാവ് പൊങ്ങാത്തെ? അത്തരത്തിൽ പൊങ്ങുന്നില്ല. സർ, ഉത്തരവാദക്കേസിലെ കൊലപാതകയ്ക്ക് എന്താണ് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ ഔദാര്യമാണ്. ഏതെങ്കിലും തരത്തിൽ വീഴ്ചയുണ്ടായാൽ പിന്നെ വീഴ്ചയുള്ളപ്പോഴല്ലേ ചൂണ്ടിക്കാണിക്കേണ്ടത്? ഉത്തരവാദിത്വമല്ലേ സാർ? അതൊരു ഉത്തരവാദിത്വവും എവിടെ അങ്ങനെയല്ല, ഉത്തരവാദിത്വം മാത്രമല്ല, അത് അഭിനന്ദനം അർഹിക്കുന്ന ഏർപ്പാടായിരുന്നു ചെയ്തത് എന്ന് അഭിനന്ദിക്കാനെങ്കിലും കഴിയണം. ഇപ്പോഴും നിരവധി ഗാർഹിക പീഡന കേസുകളും അതുപോലെ ഗാർഹിക പീഡനത്തെ തുടർന്ന് സ്ത്രീധന മരണം സംഭവിച്ചിട്ടുള്ള കേസുകളും കോടതിയിലെത്താതെ ഇരിക്കുന്ന, അല്ലെങ്കിൽ കോടതി വിചാരണ നടക്കാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഇടതുപക്ഷ സർക്കാർ സ്ത്രീകൾക്കൊപ്പമാണ് എന്നുള്ളതിൻ്റെ സൂചന നൽകിക്കൊണ്ട് 2 കേസുകൾ, അതിന് എനിക്ക് ഇത്ര വിവാദമായ കേസുകളായതുകൊണ്ടാണ് ഞാൻ ആ 2 കേസുകളും പ്രേക്ഷകർക്ക് മുഴുവൻ അറിയുന്നതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. എത്ര കേസുകൾ സമയബന്ധിതമായി അന്വേഷിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എന്താണ് നിങ്ങളൊരു പൊതുപ്രവർത്തകൻ, എൻ്റെ ജ്യോതികുമാർ, നിങ്ങളൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം കേരള പോലീസ് ഇടപെടുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയമുള്ളത് കൊണ്ട് വിമർശിക്കണം, നിങ്ങൾ വിമർശിച്ചോളാം. പക്ഷേ ഇത് എന്തായാലും ഒരു യാഥാർത്ഥ്യം ഇതാണ്. ഒരു യാഥാർത്ഥ്യം, ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാവുന്നതിന്റെ പരമാവധി ഉപദ്രവിച്ച, കൊല്ലാൻ ശ്രമിച്ച ഒരാൾ പോലീസിന്റെ കരുണയിൽ ഇപ്പോൾ ജർമ്മനിയിലോ ഇന്ത്യ വിട്ട് മറ്റെവിടെയോ ആണ്. അതാണ് യാഥാർത്ഥ്യം. എന്തായാലും രാഹുൽ പി ഗോപാൽ എന്ന് പറയുന്ന ആൾ നമ്മുടെ ഈ ചർച്ച കാണുന്നോ കേൾക്കുന്നോ ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി അത്രത്തോളം ചതച്ചത് സത്യമാണെങ്കിൽ അതിന് തിരിച്ചടി ഉണ്ടാകും. ഇനി ഏത് കേരള പോലീസ് താങ്കളെ കാത്തു സംരക്ഷണം, അതിനെ കാവ്യനീതി, പൊയറ്റിക് ജസ്റ്റിസ് എന്ന് പറയും. എൻകൗണ്ടർ പൂർണ്ണമാകുന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇനി എസ് വിജയകുമാറാണ് വാർത്താമഴയുമായി. നമസ്കാരം.